പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ 1400 വർഷങ്ങൾക്ക് അപ്പുറമുള്ള അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ക്ഷണിച്ചാൻ ആഗ്രഹിക്കുക. 1400 വർഷങ്ങൾക്കുള്ള അറേബ്യൻ ഉപഭൂഖണ്ഡം അജ്ഞതയുടെയും അന്ധകാരത്തിന്റെയും കൂരിരട്ടി തപ്പിത്തടയുകയാണ്. പ്രൊഫസർ ഹിജ്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 3W കൊണ്ട് തുടങ്ങുന്ന കാലഘട്ടമായിരുന്നു അത്. വുമൺ, വാർ, വെയിൻ, പെണ്ണ്, യുദ്ധം, മദ്യം. ഇതിനപ്പുറമായി ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു ജനസമൂഹം. ഒരു മുന്തിരിവള്ളി ഒട്ടകം കടിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് നിരന്തരമായി 40 വർഷത്തോളം യുദ്ധം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അവരുടെ യുദ്ധായുധങ്ങളാണെങ്കിലോ വാള്, കുന്തം, ചാട്ടുളി, ബമ്മ, പൺമണി, ശൂലം, വജ്രം, മിർമി, കത്തി, തോട്ടി, വല പോലെയുള്ള 18 ആയുധങ്ങൾ എടുത്തുകൊണ്ട് നിരന്തരമായി അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. തൊട്ടതിനും പിടിച്ചതിനൊക്കെ യുദ്ധം ചെയ്യുക. അവരുടെ ആരാധ്യ വസ്തുക്കളാണെങ്കിലോ കണ്ണിൽ കാണുന്ന അഖില വസ്തുക്കളെയും, കല്ല്, കരട്, കാഞ്ഞിര കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർക്കപ്പാമ്പ് വരെയുള്ള സകലമാന വസ്തുക്കളെയും, ലാത്ത, ഉസ്സ, ഹുബുലില്ലാഹില, മനാത്ത, ബുദ്ധ് പോലെയുള്ള സകല ദൈവങ്ങളെയും അവർ ആരാധിച്ചു കൊണ്ടിരിക്കുക. എന്തിനധികം പറയണം, ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോട് കൂടി കുഴിച്ചു മൂടുന്നു. ഈ കാലഘട്ടത്തിലാണ് 1,24,000 വരുന്ന പ്രവാചകന്മാർക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതങ്ങളുടെ മാല പടക്കങ്ങൾ തീ കൊടുത്തിക്കൊണ്ട് മക്കയുടെ മാരണത്തിൽ പൂജാതരായി. പൈതലിനെ എടുത്തും കൊണ്ടേ പരിശുദ്ധ പഹബായിൽ അണഞ്ഞേ കൊണ്ടേ തീരന്നുള്ള പൈതലിനെ എടുത്തും കൊണ്ടേ പരിശുദ്ധ കഅബയിൽ അണഞ്ഞേ കൊണ്ടേ പിറന്നവരാണിര ബീവിയിലന്ന് താരിൽ പൂമതി പാലൊളി തന്ന് താരിതി റഹ്മത്തന്ന് പിറന്ന് തീർന്നുള്ള പൈതലിനെ എടുത്തും കൊണ്ടേ പരിശുദ്ധ കഅബയിൽ അണഞ്ഞേ കൊണ്ടേ തീർന്നുള്ള പൈതലിനെ എടുത്തും കൊണ്ടേ പരിശുദ്ധ കഅബയിൽ അണഞ്ഞേ കൊണ്ടേ. 1,24,000 പ്രവാചകന്മാർക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതങ്ങളുടെ മാല പടകൾ തീ കൊടുത്തിക്കൊണ്ട് മക്കയിൽ പൂജാതരായി. നബി ജനിക്കുമ്പോൾ നമുക്കറിയാം കഥ. പ്രവാചകനായിട്ടല്ല ജനിക്കുന്നത്, മറിച്ച് യതീമായിക്കൊണ്ടാണ് നബി ജനിക്കുന്നത്. നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി ജനിച്ച് 6 വയസ്സ് പ്രായമായപ്പോൾ മാതാവാകുന്ന ആമിന ബീവിയും ഈ ലോകത്തോട് വിട പറഞ്ഞു. അതോടുകൂടി പ്രവാചകർ തീർത്തും യതീമായി. എന്നിരുന്നാൽ തന്നെ ഒരു സദസ്സിലേക്ക് വരുമ്പോ ആ സദസ്സിനോട് കാണിക്കുന്ന മര്യാദ, വലിയവരോട് കാണിക്കുന്ന ബഹുമാനം, ചെറിയവരോട് കാണിക്കുന്ന കാരുണ്യം, ഇതെല്ലാം കണ്ടുകൊണ്ട് പിൽക്കാലത്ത് റസൂലുള്ളാഹിന്റെ ശത്രുക്കളായി മാറിയ അബൂജാഹില്, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, ത്വായിമ പോലെയുള്ള ധിക്കാരികള് അന്ന് റസൂലുള്ളാഹിക്ക് പേരിട്ട് എന്ത് മക്കളെ അൽ അമീൻ. എന്താ പേരിട്ടത്? അൽ അമീൻ, അസ്വാദിഖ്, സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും പേരിട്ട് അവർ റസൂലുള്ളാഹിനെ ഇങ്ങനെ വിളിക്കുക. അങ്ങനെ റസൂലുള്ള വളർന്ന് ഇങ്ങനെ വരിക. റസൂലുള്ള എന്ത് പറഞ്ഞാലോ, അൽ അമീൻ എന്ത് പറഞ്ഞാലോ മക്കാ ഖുറൈശികൾ അംഗീകരിക്കും. കാരണം എന്താ? അൽ അമീൻ ആരോട് കള്ളം പറയാറില്ല, അൽ അമീൻ ആരെയും ചതിക്കാറില്ല, അൽ അമീൻ ആരെയും വഞ്ചിക്കാറില്ല. അതുകൊണ്ട് തന്നെ അൽ അമീൻ എന്ത് പറഞ്ഞാലോ മക്കാ ഖുറൈശികൾ അംഗീകരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹിക്ക് 40 വയസ്സ് പ്രായമായി. റസൂലുള്ളാഹിക്ക് 40 വയസ്സായപ്പോ അത് തന്റെ കൂട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് 39 വർഷവും പറയാത്തൊരു കാര്യം 40 വയസ്സായപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹ് ഒരുവനാണ്. നിങ്ങൾ ഇതുവരെ ആരാധിച്ചു പോകുന്ന ലാത്ത, ഉസ്സ, ഹുബുലില്ലാഹില, മനാത്ത, വല്യാത്ത, കുഞ്ഞാത്ത, ചെറിയമ്മായി പോലെയുള്ള ഒരു ദൈവങ്ങളെയും നിങ്ങൾ ആരാധിക്കരുത്. കേവലം ഒരുവനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ആ അള്ളാഹുവിന്റെ പ്രവാചകനാ ഞാൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ട് റസൂലുള്ളാഹിനെ എതിർത്ത ആരാ മക്കളെ? റസൂലുള്ളാഹിന്റെ മൂത്താപ്പ തന്നെ. റസൂലുള്ളാഹിനെ അടിക്കാൻ വേണ്ടി വന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്നുള്ള ആ സൂറത്തിലൂടെ
നാട്ടിലൂടെ നമ്മളൊക്കെ ആ ചരിത്രം പഠിച്ചവരാ. അവിടുന്ന് അങ്ങോട്ട് എതിർപ്പിന്റെ ക്രൂരമ്പുകളായിരുന്നു. അവർക്കെല്ലാലും ഉള്ളാലും റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ തുടങ്ങി. റസൂൽ നടന്നു പോകുമ്പോ റസൂലുള്ളാഹിന്റെ തലയിൽ ചാണകപ്പൊടി വിതറിയിട്ടുണ്ട്. റസൂൽ നടന്നു പോകുന്ന വഴിവക്കിൽ മുള്ളു വിതറിയിട്ടുണ്ട്. ഷേബ് എന്ന കാട്ടില് റസൂലുള്ളാഹിക്ക് 3 വർഷക്കാലം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിലോ അഖബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന ധിക്കാരി റസൂൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല റസൂലുള്ളാഹിക്ക് ഹാരാർപ്പണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ റസൂലുള്ളാഹിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാനം അല്ലാഹുവിന്റെ റസൂലിനെ അവർ കൊല്ലാൻ വരെ തീരുമാനിച്ചു. ദാറുൻ നദ്വയിൽ അവർ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഒരു യോഗം കൂടി. ദാറുൻ നദ്വയിൽ, ആ ദാറുൻ നദ്വയിൽ യോഗം കൂടിയിട്ട് അതിൽ പ്രധാനമായിട്ട് പ്രസിഡന്റ് ആരാന്നറിയോ? അധ്യക്ഷൻ അത് നമ്മൾ അബൂജാഹില. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം, വല്ലാത്തൊരു സാധനമാണ് ആ സാധനം. ഏത്? അബൂജാഹില്. ഇൻഷാ അല്ലാഹ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, നാളെ ഞാൻ അബൂജാഹിലിനെ കൊന്നിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാരും ഇത്ര ആള് പോരാ അബൂജാഹിലിനെ കൊല്ലാൻ, കാരണം വല്ലാത്തൊരു പണ്ടാറ പഹേന. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി ആളുകളൊക്കെ നിങ്ങൾ വരുമ്പോ കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് എന്താ അപ്പൊ പ്രസിഡന്റ് ആയിട്ട് അബൂജാഹിലിനെ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു, മക്ക ഖുറൈശികളെ, നമ്മൾ ഒരുപാട് കാലമായി മുഹമ്മദിനെ പല രൂപത്തിൽ നമ്മൾ ചതിക്കാൻ നോക്കുന്നു, കൊല്ലാൻ നോക്കുന്നു, കഴിഞ്ഞില്ല. ഇനി എന്തായാലും നമ്മൾ കൊന്നേ പറ്റൂ. അതിന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓരോരുത്തരുടെ അഭിപ്രായമൊക്കെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോണ്ട് ആ വാതിക്കൽ ഒരു ഷെയ്ഖ് ഇങ്ങനെ വന്ന് നിൽക്കുക. നല്ല തലകെട്ടൊക്കെ കെട്ടിയിട്ട് 5 മീറ്റർ സീൽ കൊണ്ട് നല്ലൊരു ജുബ്ബൊക്കെ അടുപ്പിച്ച് വലത്തെ കയ്യിൽ തസ്ബീഹ്മാലം പിടിച്ചിട്ട് ഇങ്ങനെ വരിക. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ അബൂജാഹിൽ ചോദിച്ചു, ആരാ വന്നതെന്ന് നിങ്ങൾക്കറിയോ? ആ വന്നതാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി. ആരാ മക്കളെ? ഇബ്ലീസ്. മൂപ്പരങ്ങ ചെല്ല. എന്താ മൂപ്പര് ചെല്ലണേ? ആ സുബ്ഹാനല്ലാഹ്, കറക്റ്റ്. ഞാനും വിചാരിച്ച അങ്ങനല്ലേ, സംഗതി അങ്ങനല്ല. പിന്നെന്താ? സ്വീപ്പാക്കും. കണ്ട സ്വീപ്പാക്കും. മൂപ്പര് സ്വീപ്പാക്കാനാ വന്നത്. ഏതായിരുന്നാലും ഈ ഷെയ്ഖിനെ കണ്ടപ്പോ അബൂജാഹിൽ ചോദിച്ചിട്ടേ, ഉമൈകൾ അവർക്ക് ആരാണ്? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, ഞാൻ അങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് വരാൻ പറ്റൂല, ഇത് ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുന്ന വേദിയാ. അറിയാം, അത് അറിഞ്ഞുകൊണ്ടാ വന്നത്. എന്തറിയാ? നിങ്ങൾ ഏതായാലും മുഹമ്മദിനെ കൊല്ലാനുള്ള യോഗല്ലേ? അതെങ്ങനെ മനസ്സിലായി? അത് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കി തരാം, ഞാൻ ആരാണെന്നൊക്കെ പറഞ്ഞു തരാം. നിങ്ങളൊരു കാര്യം, ഞാൻ വന്നപ്പോ എന്തിനാ അറിയോ? ഈ യോഗത്തിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ എനിക്കും കേൾക്കാം, എന്റെ അഭിപ്രായം നിങ്ങളോട് അത് ശരി. അപ്പൊ ഈ മുഹമ്മദ് ശത്രു? ഞാനും മുഹമ്മദ് ശത്രു. നേരെ കൊണ്ടുവന്ന് കസാരട്ട് കൊടുക്കും നമ്മളെ പ്രസിഡന്റിന്റെ അടുത്ത് തന്നെ. അങ്ങനെ അബൂജാഹിലിന്റെ അടുത്ത് മൂപ്പർ ഇങ്ങനെ ഇരിക്കുക. ആ പ്രസിഡന്റ് വീണ്ടും പറഞ്ഞു, ഇനി ആർക്കെങ്കിലും അഭിപ്രായം പറയാണെങ്കിൽ പറഞ്ഞോളി, നമ്മൾ എങ്ങനെയാണ് മുഹമ്മദിനെ കൊല്ലേണ്ടത്? അപ്പൊ ഒരാൾ എന്നിട്ട് പറഞ്ഞു, പ്രസിഡന്റ് എനിക്കൊരു അഭിപ്രായം പറയണ്ട. എന്താ എന്റെ അഭിപ്രായം? നമുക്ക് മുഹമ്മദിനെ ഒരു റൂമിലാണ്ടാക്കിയിട്ട് വാതിലടക്കാം, പട്ടിണി കടന്നു മുഹമ്മദ് മരിക്കട്ടെ. ഇതാണ്ട് പറഞ്ഞപ്പോ ഷെയ്ഖ് അങ്ങോട്ട് എണീറ്റ് പറഞ്ഞു, എന്തോരു വിട്ടിത്താടാ ഈ പറഞ്ഞത്. മുഹമ്മദിനെ അങ്ങനെ പട്ടിണി കിട്ട് കൊല്ലാൻ കഴിയൂല. കാരണം എന്താ? മുഹമ്മദിന്റെ അടുത്ത് മറ്റു ചില ആളുകാർ വരാണ്ട്. ആരാണത്? മലക്കളെ, ഇബ്ലീസിനെ അറിയല്ലോ. അതുകൊണ്ട് പട്ടിണി കിട്ടൊരു കാര്യമില്ല, എന്റെ അഭിപ്രായം ശരിയല്ല, അവിടെ ഇതിങ്ങോട്ട് കേട്ടപ്പോ അബൂജാഹിൽ നല്ല തൃപ്തിയായി നമ്മളെ ഷെയ്ഖിനെ കേട്ടോ. കാരണം ആ ഷെയ്ഖ് പറഞ്ഞ കാര്യ, മുഹമ്മദിനെ റൂമിലിട്ട് വാതിലടച്ചിട്ടൊന്നൊരു കാര്യമില്ല, ഇരിയവിടെ. ഞാനിവിടെ ഇരുന്നു. അടുത്തൊരാൾ എണീറ്റ് പറഞ്ഞു, പ്രസിഡന്റ് എനിക്കൊരു കാര്യം പറയണം. എന്താ എനിക്ക് പറയാനുള്ളത്? എന്റെ അഭിപ്രായത്തിൽ നമുക്കൊരു കാര്യം, മുഹമ്മദിന് കാട്ടിക്കണ്ട് കയറ്റി വിടാം. കാട്ടിക്കണ്ട് കയറ്റി വിട്ടിട്ട് മുഹമ്മദ് അവിടെ വല്ല സിംഹവും ആനയൊക്കെ വന്നിട്ട് മുഹമ്മദിനെ കടിച്ചു തിന്നോളുന്നു. ഇത് കേട്ടപ്പോ ഇബ്ലീസ് അങ്ങോട്ട് ചോദിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഇങ്ങനെ പറയണേ? ഈ അഭിപ്രായങ്ങളൊന്നും ശരിയല്ല. മുഹമ്മദിനെ കാട്ടിലേക്ക് വിട്ടാൽ സിംഹവും ആനയും പുലിയൊക്കെ മുഹമ്മദിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും, മുഹമ്മദിനെ താങ്ങി വണങ്ങും. അതും എന്റെ അഭിപ്രായം ശരിയല്ല. പിന്നെ ആനയും കുതിരി ഒന്നായിട്ടേക്കാർ നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരിക. ഞാൻ ഇവിടെ ഇരിക്കാർ. ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയാ. അപ്പൊ നമ്മൾ അബൂജാഹിൽ എണീറ്റോട് പറഞ്ഞു, എനിക്കൊരു അഭിപ്രായം പറയട്ടെ. പറഞ്ഞോളി, നിങ്ങളുടെ അഭിപ്രായം പറയുക നമ്മുടെ ഷെയ്ഖ്. അപ്പൊ അബൂജാഹിൽ പറഞ്ഞു, എന്റെ അഭിപ്രായത്തില് നമ്മൾ പ്രഗത്ഭന്മാരായ ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ, നല്ല മല്ലന്മാര്, ഗജപോക്കിരിമാര്, വാള്, കുന്തം, ചാട്ടുളി, പമ്മ, പൺമണി, ശൂലം, വജ്രം, മുറുമ്പി, കത്തി, തോട്ടി, വല പോലെയുള്ള 18 ആയുധങ്ങളും നിമിഷ നേരം കൊണ്ട് പ്രയോഗിക്കാൻ കഴിവുള്ള ചങ്കൂറ്റുള്ള ആൺകുട്ടികള് 100 ആളുകൾ വേണം. എന്നിട്ട് അർദ്ധരാത്രി മുഹമ്മദിന്റെ വീട് വളയണം.
മുഹമ്മദിന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകും നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് മുഹമ്മദിനെ അത് കൊള്ളാമെന്ന് പറഞ്ഞ് ഇബ്ലീസ് ഇങ്ങോട്ട് ചാടി എന്ന് പറഞ്ഞു കൊടുക്കൈ നിങ്ങൾ പറഞ്ഞതാണ് ശരി, കറക്റ്റ് ആണ്. അപ്പൊ അബൂജഹൽ കുറച്ചും കൂടി വലുതായി, കാരണം അങ്ങനെയാണല്ലോ ഉണ്ടാകുക. കിബറിന് അനുസരിച്ച് നമുക്ക് നാളെ പറയാം. അങ്ങനെ ഒന്നും കൂടി അബൂജഹൽ ഇൻട്രസ്റ്റിംഗ് എണീറ്റ് ഞാൻ പറഞ്ഞാണ് ശരി. ആ യോഗത്തിൽ പാസ്സാക്കി. അതാ 100 കണക്കിന് മല്ലന്മാർ അർദ്ധരാത്രിയില് റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞു. റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞു. സകല ആളുകളും വാളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക. അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, തുഹൈമ പോലെയുള്ള ആളുകൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോ അബൂജഹൽ പറയാ, അപ്പുറത്ത് ഉത്ബത്തിന്റെ ഷൈബത്തിനൊക്കെ വാളും പിടിച്ചിങ്ങനെ നിൽക്കുക. റസൂലുള്ളാഹി കിടന്നുറങ്ങുക. അബൂജഹൽ പറയാ, ഉത്ബത്തെ, ഷൈബത്തെ, മുഹമ്മദ് ഇതിലെ വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഇതിലെ വന്നാൽ നീ അതിലെ വന്ന അത് പിന്നെ പറയാണ്ട് ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയാ, യാ റസൂലല്ലാഹ്, ഹിജ്റ പോകാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ വിരിപ്പിൽ അലിയാർ തങ്ങളെ കടത്തുക. സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കൂട്ടിട്ട് ഹിജ്റ പോവുക. ഒരു പിടി മണ്ണ് വാരുക. യാസീനിലെ ഏതാനും ആയത്തുകൾ ആ മണ്ണിലേക്ക് ഊതുക. പുറത്ത് ശത്രുക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരുടെ തലയിലേക്ക് ആ മണ്ണ് എറിയുക. ഹിജ്റ പോവുക. അള്ളാന്റെ റസൂലിനോട് ഇത് കൽപ്പന കിട്ടിയപ്പോ അബൂജഹൽ പുറത്തിങ്ങനെ നിന്ന് നോക്കാട്ടോ അവിടെ കിടക്കണുണ്ടോ. അപ്പൊ ഇങ്ങനെ വിരിപ്പിൽ കിടക്കുന്നുണ്ട് അള്ളാന്റെ റസൂല്. അങ്ങോട്ട് വരട്ടെ, അവസാനത്തെ ഉറക്കാം മുഹമ്മദ്, എന്റെ ഉറക്ക് നേരെ വഴക്കുക. ആവേശത്തേക്ക് നിൽക്കാം. അള്ളാന്റെ റസൂല് എഴുന്നേറ്റ് അലിയാർ തങ്ങൾ ആ വിരിപ്പിൽ കടത്തി. എന്നിട്ട് ഒരു പിടി മണ്ണുവാരി യാസീനിലെ ഏതാനും ആയത്തുകൾ ആ മണ്ണിലേക്ക് ഊതി. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ ഹിയാറങ്ങട്ട് എറിഞ്ഞതോടുകൂടി ചുറ്റുഭാഗം നിൽക്കുന്ന ശത്രുക്കളുടെ ഓരോരുത്തരുടെ തലയിലും ഓരോ തരി മണ്ണ് വീണു. കാരണം എന്താ? എറിഞ്ഞത് അള്ളാന്റെ റസൂൽ, മോചനത്തിന്റെ ഏറെയാണ് അല്ലേ? അള്ളാന്റെ റസൂലായി എറിഞ്ഞത്. എറിഞ്ഞത് അള്ളയാണ്. ഏറങ്ങോട്ട് കൊണ്ടപ്പോ അബൂജഹലൊക്കെ വാളും പിടിച്ചിങ്ങനെ നിൽക്കല്ലേ, പെട്ടെന്ന് തലേക്ക് മണ്ണാണ് ഇങ്ങനെ തന്നെ ഒരനക്കൂല്ല. അലിയാർ തങ്ങളെ റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ കടത്തി. അബൂജഹലിന്റെ വാളിന്റെ ചുവട്ടിലൂടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കാട്ടോ. കുറെ സമയം കഴിഞ്ഞപ്പോ ഇബ്ലീസ് ഇതൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ച് വിട്ടേ. കാരണം ഇബ്ലീസിന് അറിയാലോ ഇവിടെ എന്താ സംഭവിക്കാം. അപ്പൊ ഇബ്ലീസ് അള്ളാന്റെ റസൂല് പോണത് ഇങ്ങനെ നോക്കി നിൽക്കുക. റസൂല് പോയി എന്ന് കണ്ടപ്പോ ഇബ്ലീസ് എന്തിനാണടാ ഞാൻ അവിടെ നിൽക്കുന്നത്? മുഹമ്മദ് നിങ്ങൾ തലേ മണ്ണുമായിട്ട് പോയടാ അബൂജഹലേ. ഇത് ഇങ്ങോട്ട് കേട്ടപ്പോൾ അബൂജഹലിനെ അതുവരെ പിടിച്ച് ഇങ്ങനെ നിൽക്കല്ലേ, പെട്ടെന്ന് അബൂജഹലേ അബൂജഹൽ അമ്പരന്ന് പോയി. അപ്പളാ ഷെയ്ഖ് പറയടാ, എന്തിനാടാ ഞാൻ അവിടെ നിൽക്കണത്? മുഹമ്മദ് നിങ്ങൾ തലേ മണ്ണും വാരിട്ട് പോയടാ. പോയോ? അബൂജഹൽ നേരെ വന്നിങ്ങനെ നോക്ക വാതിലിന്റെ ഉള്ളുകൂടെ. അപ്പൊ അവിടെ കിടക്കുന്നുണ്ട് റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ ആര് മക്കളെ? അലിയാർ തങ്ങൾ കിടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ അബൂജഹൽ പറഞ്ഞു, ഈ പോടാ അവിടുന്ന്. മുഹമ്മദ് പറഞ്ഞടാ, ഇല്ലടാ, ഭയങ്കര അവസാനം അബൂജഹൽ പറഞ്ഞു, പോടാ കളവ് പറയാ. അപ്പൊ ഇബ്ലീസ് പോടാ, ഡബിൾ പോടാ, പോടാ. സത്യം പറഞ്ഞിട്ട് കളവാക്കി അവൻ എന്താ കാട്ടുന്നത്? ഏതായിരുന്നാലും അള്ളാന്റെ റസൂൽ പുറപ്പെട്ടു. അപ്പോൾ അബൂജഹൽ ഇങ്ങനെ നിൽക്കട്ടെ. അപ്പൊ അബൂജഹൽ ഇങ്ങനെ പറയാ ശത്രുക്കളോട്, ഉത്ബത്തെ, ഷൈബത്തെ, പെട്ടെന്ന് നമുക്ക് മുഹമ്മദിനെ കൊല്ലണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്ന സമയത്താക്ക കൊല്ലല്. ഇപ്പൊ പിടിച്ചുകൊണ്ടുപോവാ, അപ്പൊ കൊല്ല. എന്നാലും നമുക്ക് രാവിലെ ജനങ്ങളൊക്കെ എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോ നമ്മൾക്ക് ആ രക്തം ഒലിക്കുന്ന ആ വാളിങ്ങനെ മിന്നിയിട്ട് നമുക്ക് മക്കയിലൂടെ ഒന്ന് പ്രകടനം നടത്തണം. മൂപ്പര മുറാദാണത്. ആ വാള് രക്തം തെറിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രകടനം നടത്തണം. അതുകൊണ്ട് പെട്ടെന്ന് കൊല്ലണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ സുബൈന്റെ സമയമായപ്പോ എഴുന്നേറ്റ് നിസ്കരിക്കണല്ലോ. അലിയാർ തങ്ങൾ എഴുന്നേറ്റ് ഡോറ് തുറന്നിങ്ങോട്ട് വരുമ്പോഴാണ് അബൂജഹൽ മനസ്സിലായത് മുഹമ്മദ് പോയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ അബൂജഹൽ പറഞ്ഞു, ഏതായാലും മുഹമ്മദ് ഏതായാലും പോയി, എന്നാ പിന്നെ അലിനായിട്ട് ശരിയാക്കുക. അപ്പൊ ഉത്ബത്തും ഷൈബത്തും പറഞ്ഞു, വേണ്ടാത്ത പണിക്ക് വേണ്ട, അത് അലിനോട് കളിച്ചാൽ നിങ്ങളും കുറഞ്ഞു പോകും, തല ഉണ്ടാവില്ല, അതുകൊണ്ട് അത് വിട്ടാളാ, അത് അലിയാണ് പറഞ്ഞത്. അല്ലല്ലോ അലിനെ ഞാൻ ശരിയാക്കുന്ന ഏതായാലും ഉറക്കം വെച്ച് നിന്നതാ എന്ന് പറഞ്ഞ് മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ പുറത്തേക്ക് വന്നത്. എവിടെ മുഹമ്മദ്? എവിടെ മുഹമ്മദ്? എന്താടാ എന്താടാ എന്താടാ
വഴി മാറാം, പതുക്കെ ഫേക്കോളി. അലിയാത്തങ്ങളെ കണ്ണ് കണ്ടാൽ മതി, ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഏതായിരുന്നാലും അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ഹിജറ പുറപ്പെട്ടു. അലിയാത്തങ്ങൾ നിസ്കരിക്കാനും വേണ്ടി പോയി. പിന്നെ അവിടെ ഒരു പൊള്ളക്കഥ പറയലുണ്ട്, ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിച്ചപ്പോൾ അവിടുന്ന് ഒരാൾ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ അവിടെ വേറൊരു കഥ ഉണ്ട്. അത് ഏതാണ് ചോദിച്ചു. അത് അലിയാത്തങ്ങൾ പള്ളിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇബ്ലീസ് പിന്നെ അവിടേക്ക് വന്നു. ഇബ്ലീസിന് പിന്നെ ഏതെങ്കിലും ആൾ കിട്ടിയാൽ മതിയല്ലോ. ഇബ്ലീസ് വന്ന് പറഞ്ഞാൽ നിക്കല്ലേ എനിക്കൊരു അഭിപ്രായം ചോദിക്കാണ്ട്. എന്താ അല്ല, ഒരു സംശയമാണ്. എന്താ സംശയം എന്ന് ചോദിച്ചു. അല്ലേ, ഈ ഒരലിൽ ഇങ്ങോട്ട് ഇടിക്കൂലേ, ഒലക്കൊണ്ട് ഇങ്ങനെ ഇടിക്കും, അപ്പൊ ഒരു സൗണ്ട് ഉണ്ടാവൂലേ? ഉണ്ടാവും. ആ സൗണ്ട് ഒലക്കമെന്നാണോ ഒരലുമെന്നാണോ? മൂപ്പര സംശയം. അപ്പൊ അലിയാതങ്ങൾക്ക് ആളെ മനസ്സിലായി. അലിയാതങ്ങൾ കൈ ചുരുട്ടി പിടിച്ചിട്ട് കൊടുത്തിട്ട് അടിയാണ് കിട്ടിയപ്പോ ഇപ്പൊ ഒരു സൗണ്ട് ഉണ്ടായില്ലേ? ഉണ്ടായി. എന്റെ കയ്യുമെന്ന് എന്റെ മൂന്തമെന്ന് വെച്ചു. അത് ഞങ്ങൾ പള്ളി കൈക്കൊള്ളി. അങ്ങനെ കഥ അല്ലാഹു അല ഞാനിവിടെ കണ്ടിട്ടില്ല, എന്നോട് ഒരാൾ പറഞ്ഞതാ. ഏതെങ്കിലും ആവട്ടെ, മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ പക്ക മദീന തണവായി ഹരദുമെത്തിടുക ഈരാറു മൊത്ത ശകര ബാറാൽ പൊറുത്ത പിറകെ തെക്കോവർഗമിതരു മിക്കോർ സ്വഹാബികളോ ഒക്കായിരിക്കും പൊടുതിൽ ജാസൂസോറുത്തർ ബാറെ യാസീനെ ബിക്കൊരുവി ശേഷം വിരുത്തി പൊരുടാ ബക്കാതെ സവർ ബൈറുക്കാകെ എറിയ ചരക്കാടെ പൊന്നും ചുമയാ പരുന്നു വാദിബാദ ചേരുന്നവർകൾ തിഹ ഊരിന്നൊരുങ്ങി ഹറജ നിക്കാദേശമോ കറിയ എക്കെ ശുഭനോസോ ദാകർഗല്ലാമോ ഒരുമേ നിഫ്റാറവെ കടവെ കഫിയായ മൂപ്പനബു സുഫിയാനദെന്തു ഉരയാ. മഹാനായ പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി. മദീന വാസികൾ റസൂലുള്ളാഹിനെ സഹർഷം സ്വാഗതം ചെയ്തു. അവിടെ അള്ളാഹുവിന്റെ റസൂൽ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ അള്ളാന്റെ റസൂൽ സ്വഹാബത്തെ കിറാമും അങ്ങനെ ഇരിക്കുക. മസ്ജിദുൽ നബവിയിലല്ല, മസ്ജിദുൽ ഖുബ. ആ മസ്ജിദുൽ ഖുബയിൽ അള്ളാന്റെ റസൂൽ സ്വഹാബത്തെ ഇരിക്കുക. റസൂൽ ഹിജ്റ പോയി ഒരു വർഷവും ഏതാനും മാസങ്ങളും കഴിഞ്ഞു. വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലോ അവിടെയും പ്രശ്നങ്ങളുണ്ട്. മദീനക്കാർ മക്കയിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്തെ കിറാം മദീനയിലേക്ക് ഹിജ്റ പോന്നിട്ടുണ്ട്. അതോടുകൂടി മദീനക്കാര് ആടുകളെയും ഒട്ടകങ്ങളെയും മേക്കുന്ന സ്ഥലത്ത് അതാ കുർസുബുൽ ജാഹിരിൽ ഫിഹിരിയുടെ നേതൃത്വത്തിൽ വന്നിട്ട് ആ ആടുകളെയും ഒട്ടകങ്ങളെയും കൊള്ളയടിച്ചു പോവുക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാലും വലിയ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു കൊല്ലവും ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂലും സ്വഹാബത്തെ കിറാം മസ്ജിദുൽ ഖുബായിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഈ സമയത്തുണ്ട് ഒരു വില്ലാളി വീരൻ, ഒരു ഗജ പോക്കിരി അതാ കുതിരപ്പുറത്ത് ചാടി കയറിക്കൊണ്ട് തന്റെ കുതിരയെ കടിഞ്ഞാട് കൊണ്ട് കടി പിടിച്ച് വലിച്ചുകൊണ്ട് കുതിരയെ ഇടിമാറി സ്പീഡിൽ ഓട്ടിക്കൊണ്ട് അതാ മസ്ജിദുൽ ഖുബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാര്, ആ വില്ലാളി വീരന് തന്റെ കുതിരയെ ഓട്ടിക്കൊണ്ട് നേരെ മസ്ജിദുൽ ഖുബ, ആ ഖുബ പള്ളിയുടെ മുമ്പിൽ കുതിരയെ സ്റ്റോപ്പ് ചെയ്ത് അതാ കുതിരപ്പുറത്ത് ചാടി ഇറങ്ങിയപ്പോ സർവ്വ സ്വഹാബത്ത് നോക്കിട്ടേ ആരടാ ഇവൻ, ക്ഷണിക്കപ്പെടാത്ത ഊരിൽ വന്നവൻ നീ ആര് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സർവ്വ സ്വഹാബത്ത് ആ വന്ന ആള് നോക്കിക്കൊണ്ടിരിക്കുമ്പോ, സർവ്വ സ്വഹാബത്ത് ആ വന്ന പടയാളിയെ, ആ ധീരനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സർവ്വ സ്വഹാബത്തിന്റെ കൈ അറിയാതെ പോയി വാളിലേക്ക്. ആരാണ് ഇവൻ? അവൻ റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ വേണ്ടി വന്നവനാണെങ്കിൽ വിടില്ല. ഈ ലക്ഷ്യത്തോടു കൂടി നിൽക്കുമ്പോ ആ വന്ന ആള് നേരെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, ഒക്കായിരിക്കും പൊളുതി ശേഷം സീരുത്തി പൊരുളാ, ശേഷം സീരുത്തി പൊരുളാ
പക്കാതെ സാവർ വഴി റുക്കാകയേറിയ ചക്കാടെ പൊന്നു ചുമയായി പരുന്നു വാതി പതർ ചേരുന്നവർ ഗതിഹം ഊരിന്നൊരു വിഹറജായി ഊരിന്നൊരു മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അതാ മക്ക ഖുറൈശികള് ദാറുനദവയിൽ വലിയൊരു ഫണ്ട് ഉണ്ടാക്കിയിരുന്നു. ആ ഫണ്ടുകൾ മുഴുവൻ എടുത്തു വെച്ച് ആയിരക്കണക്കിന് ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടി ആ കച്ചവട ചെറുക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അതാ നബിയെ ബദർ വഴിയെ ഷാമിലേക്ക് പോകുന്നുണ്ട്. ആ കച്ചവട സംഘത്തെ പിടിക്കണം. ഇതാണ് ആ വന്ന് പറഞ്ഞ ആള്. ആ വന്ന് പറഞ്ഞത് അതാ ജാസൂസ്. ഒരു ചരിത്രത്തിലും ഒരു കിതാബിലും അയാളെ പേര് കാണില്ല. ജാസൂസ്, ഒരു രഹസ്യ ദൂതൻ, ഒരു വിവരം കൊടുക്കുന്ന ആള്. അയാൾ വന്നുകൊണ്ട് പറയാ, നബിയേ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വലിയൊരു കച്ചവട സംഘം ആയിരക്കണക്കിന് ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടി വലിയൊരു കച്ചവട സംഘം മക്കയിൽ നിന്ന് ബദർ വഴിയെ ഷാമിലേക്ക് പോകുന്നുണ്ട്. ആ കച്ചവട സംഘത്തെ പിടിക്കണം പ്രവാചകരെ. ഇത് വന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം എന്താ നിങ്ങള്, അള്ളാന്റെ റസൂൽ സ്വഹാബത്തെ കിറാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സ്വഹാബത്തിനാണല്ലോ മുഹാജിറുകൾ എന്ന് പറയാ. മദീനയിൽ റസൂലുള്ളാഹിനെയും മക്കക്കാരെയും സ്വീകരിച്ചവർക്ക് അൻസാറുകൾ എന്ന് പറയും. എങ്കിൽ ഈ മുഹാജിറുകളാകുന്ന സ്വഹാബത്ത് മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോയപ്പോ സമ്പത്ത് ആരും കൊണ്ടുപോയില്ല. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് രാജ്യം വിട്ടു പോവുകയാണെങ്കിൽ, നാട് വിട്ടു പോവുകയാണെങ്കിൽ നമ്മൾ ഭൂമി കൊണ്ട് പോകാൻ കഴിയോ? സ്വഹാബത്തെ കിറാമിന് സമ്പത്ത് മക്കയിൽ ഇട്ടുകൊണ്ടാണ് സ്വഹാബത്തെ കിറാം പോയത്. ഈ സമ്പത്ത് മുഴുവൻ കിടക്കുന്നത് മക്കയില. ആ സമ്പത്ത് നിന്ന് കൈകാര്യം ചെയ്യുന്നത് ആരാ? ഒന്നെങ്കിൽ ജ്യേഷ്ഠനാകും, അല്ലെങ്കിൽ അനിയനാകും, അല്ലെങ്കിൽ വാപ്പയാകും, അല്ലെങ്കിൽ മക്കളാകും. ഇവരാണ് ഈ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്. സ്വഹാബത്തെ കിറാമിന്റെ സമ്പത്ത് മക്ക ഖുറൈശികൾ കൈകാര്യം ചെയ്യാ. അവരെന്താ ചെയ്തെന്നറിയോ? ഈ സ്വഹാബത്തെ കിറാമിന്റെ സമ്പത്ത് മുഴുവൻ എടുത്തുകൊണ്ട് ദാറുൻ നദ്വയിൽ ഒരു ഫണ്ട് ഉണ്ടാക്കി. എന്നിട്ട് ഈ സമ്പത്ത് മുഴുവൻ ആ ഫണ്ടിൽ കൊണ്ടുപോയിട്ടു. ഇഷ്ടംപോലെ ഈത്തപ്പഴങ്ങളും ഇഷ്ടംപോലെ ഗോതമ്പുകളും എല്ലാം കൊണ്ടുപോയി നിക്ഷേപിച്ചു. എന്നിട്ട് ആ സമ്പത്ത് ഒരുമിച്ച് കൂടിയിട്ടാണ് കച്ചവടത്തിന് വേണ്ടി പോകുന്നത്. ആ സമ്പത്ത് സ്വഹാബത്തെ കിറാമിന്റെ സമ്പത്താ. ആ സമ്പത്തുമായിട്ട് പോവുക. എന്താ ലക്ഷ്യം? ഈ സമ്പത്ത് കൊണ്ടുപോയി നല്ല കച്ചവടം നടത്തുക, കിട്ടുന്ന ലാഭം കൊണ്ട് യുദ്ധായുധങ്ങൾ വാങ്ങുക, എന്നിട്ട് മദീനയിൽ പോയി ഇസ്ലാമിന് തകർക്കുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ആ കച്ചവട സംഘം പുറപ്പെടുന്നത്. എന്നിരുന്നാലോ മക്കയിലെ ഒരുപാട് ആളുകള് ആ സമ്പത്തിൽ കുറച്ച് അവരെ വകയുണ്ട്. കാരണം അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇവിടുന്ന് ഒരു വണ്ടിയിൽ സാധനം അങ്ങനെ കൊണ്ടുപോവാണ്, കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവാന്ന് വിചാരിച്ചോളി. അങ്ങനെ വണ്ടി ഇങ്ങനെ പോകുമ്പോ ഞാൻ പറയില്ല, എന്നാ മോനെ ഏതായാലും കോഴിക്കോട്ടേക്ക് പോവാ, ഇന്റെ ഈ വാഴക്കൊലയും കൂടി ഒന്ന് വിറ്റിട്ട് പോര് എന്ന് പറഞ്ഞ രൂപത്തില് മക്ക ഖുറൈശികൾ പല വീട്ടുകാരും അവരുടെ സമ്പത്തും അത് നിക്ഷേപിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം വരുന്ന സമ്പത്തോ സ്വഹാബത്തെ കിറാമിന്റെ സമ്പത്താ. ഈ കച്ചവട സംഘമാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഏകദേശം 70ഓളം വരുന്ന ആളുകളോ ആയിരക്കണക്കിന് ഒട്ടകപ്പുറത്ത് സാധന സാമഗ്രികളെല്ലാം വെച്ച് കെട്ടി ആ പട ആ കച്ചവട സംഘം പുറപ്പെടുക. ഈ രഹസ്യമാണ് ദൂതം എന്ന് പറഞ്ഞത് നബിയേ. അതുകൊണ്ട് ആ കച്ചവട സംഘത്തെ പിടിക്കണോ, അല്ലെങ്കിൽ യുദ്ധമുണ്ടാകും, അവർ ആയുധങ്ങൾ വാങ്ങും, പ്രശ്നമാകും, പ്രതിസന്ധിയാകും. ഇത് കേട്ടപ്പോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബ പുറപ്പെടാം, നമുക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞ് അതാ 150 സ്വഹാബത്തെ കിറാം ആ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ തരമാൽ പൂറപ്പെടുകലായി ഉറ്റ വാഫിർ മുതൽ പറ്റി പരിപ്പതിന് മുറ്റിത്തീരയ്ക്ക് നടയായി അരിവാനബി സ്വഹബും ഒരു നെണ്ടറിന്തവർകൾ ഹരികണ്ടെ പെട്ട പടിപ്പോ ആയി പസന്തടവേ പോയി കടந்த ബദറുമായ കൂലങ്ക ക്ഷണമാൽ തരമൽ പദാ വിവരം തരിവുത്ത് തോഹനബി പെരികെ
തിരികെ സ്വഹാബ് തൊയ്ബാത്തലത്തണവിൽ ഖൈറാലിരിക്കുന്നതിന് കതറാവി ചെപ്പി പിടലായി കതറാവി ചെപ്പി പിടലായി. ആ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂലും 150 സ്വഹാബത്തും, എത്ര മക്കളെ 313 അല്ല, എത്ര 150 സ്വഹാബത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് ഉഷൈറ എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും ഉഷൈറ എത്തിയപ്പോഴേക്കും അബൂ സുഫിയാൻ എങ്ങനെയോ വിവരം അറിഞ്ഞു. മുഹമ്മദും പാർട്ടിയും സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർ നമ്മുടെ കച്ചവട സംഘത്തെ പിടിക്കാൻ വരുന്നുണ്ട് എന്ന് തന്ത്രജ്ഞനായിരുന്നു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ വിവരം അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്റെ ഒട്ടക്കുട്ടങ്ങളെ പെട്ടെന്ന് തൊളിച്ചു കൊണ്ടുപോയി. അള്ളാന്റെ റസൂലും സ്വഹാബത്തെ കിറാമും ഉഷൈറയിൽ എത്തിയപ്പോഴേക്കും അബൂ സുഫിയാനും പാർട്ടിയും ബദർ വിട്ട് പോയി കഴിഞ്ഞു. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമായി പോയല്ലോ. അള്ളാന്റെ റസൂൽ ചിന്തിച്ചു, ശരി അവർ തിരിച്ചു വരട്ടെ, അപ്പോ പിടിക്കാം എന്ന് മനസ്സിലാക്കി അള്ളാന്റെ റസൂല് ഉഷൈറയിൽ നിന്ന് തിരിച്ച് മദീനയിലേക്ക് തന്നെ വന്നു. റസൂലുള്ളാഹി അബൂ സുഫിയാന്റെ കച്ചവട സംഘം തിരിച്ചു വരണമെന്ന് പ്രതീക്ഷ ഇങ്ങനെ നിൽക്കാൻ മദീനയില് എന്നാ വരുന്ന ചില അന്ന് പിടിക്കാൻ വേണ്ടിട്ട്. എന്നാൽ ഈ കച്ചവട ചരക്കോ, അബൂ സുഫിയാന്റെ കച്ചവട ചരക്ക് നേരെ ഷാമിലേക്ക് എത്തി. ഷാമിൽ അന്ന് വലിയൊരു ചന്ത ദിവസമായിരുന്നു. ആ ഷാമിലെ ചന്തയിൽ അബൂ സുഫിയാന്റെ കച്ചവട സംഘം എത്തി. ആ ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെച്ച് കെട്ടയിച്ച് വിൽപ്പന തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ആളുകൾ ഓടിക്കൂടി. സമ്പത്ത് മുഴുവൻ അവർ വാരിക്കൂട്ടി. അവർ പെട്ടെന്ന് കച്ചവടം നടന്നു. അങ്ങനെ പ്രത്യേകത അത് മക്കയിലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഷാമിലെ ചന്തയിൽ ഭയങ്കര ഡിമാൻഡാ. ഭയങ്കരല്ല, പിന്നെ ഭയങ്കര ഡിമാൻഡ്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താ? ഖദീജ ബീവിന്റെ സമ്പത്തുമായി അള്ളാന്റെ റസൂൽ ഷാമിലെ ചന്തയിലേക്ക് പോയിരുന്നു. റസൂലുള്ളാഹിന്റെ ആ കച്ചവടത്തിലുള്ള ആ നീതിയും ആ കച്ചവട തന്ത്രവും മറ്റുള്ള ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹി മക്കക്കാരുടെ സമ്പത്ത് കൊണ്ടുവരുന്ന പ്രവാചകരാ. ആ കച്ചവടം നീതിയുള്ള കച്ചവട. ഇത് അവർക്ക് അറിയാമായിരുന്നു. ആ രൂപത്തില് മക്കയിലെ സമ്പത്ത് വന്നു എന്ന് കേട്ടപ്പോ ആളുകൾ ഓടിക്കൂടുകയും നിമിഷ നേരം കൊണ്ട് സാധനം വാങ്ങി കൊണ്ടുപോവുകയും ചെയ്തു. കാരണം എന്താ? മക്കന്റെ സാധനം വരുന്നത്. നമ്മളെ കാലത്തിൽ പഴയ കാലത്ത് പോറീന്റെ സാധനം വരിക എന്ന് പറഞ്ഞാൽ അല്ലേ, പോറീന്റെ സാധനം കിട്ടി പടച്ചോനെ ഇങ്ങോട്ട് നോക്കടി ഈ കുപ്പായ പോറീന. ഇപ്പൊ ആർക്കും പോറീന്റെ സാധനം വേണ്ട. കാരണം എന്താ? ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ സീലി വെച്ചിട്ട് അങ്ങോട്ട് വരുന്നത് നമുക്ക് മനസ്സിലായി. എന്നാ പഴയ കാലത്ത് അങ്ങല്ല. പോറീന്റെ ഒരു സാധനം ഒരു കുപ്പായ സീല കിട്ടാറിന ഭയങ്കര ഇൻട്രസ്റ്റ് നമുക്ക്. ഈ ഒരു രൂപത്തില് ഷാമിലെ കച്ചവട സംഘം, ആ മക്കയിലെ കച്ചവട സംഘം ഷാമിൽ എത്തി എന്ന് കേട്ടപ്പോ തന്നെ ആളുകൾ ഓടിക്കൂടുകയും നല്ല കച്ചവടം റാഹത്തോട് കൂടി. ചരിത്രം പറയാ 50,000 പൊന്ന് ലാഭം കിട്ടിയെന്ന. എത്ര മക്കളെ? 50,000 പൊന്ന് ലാഭം കിട്ടി. അൽഹംദുലില്ലാഹ്. അബൂ സുഫിയാൻ അൽഹംദുലില്ലാഹ് പിന്നെ 50,000 തിരിച്ചു പോകുന്നില്ല. അബൂ സുഫിയാൻ ചിന്തിക്കാ, ഞാൻ ഇപ്പൊ തിരിച്ച് നാട്ടിൽ കണ്ടു പോയാൽ 50,000 ലാഭം ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ 50,000 കൊണ്ട് നാട്ടിലേക്ക് ആവശ്യമായ ബനാറസ് പട്ടുകളും കുഴൽ പട്ടുകളും ഞാൻ വാങ്ങിയിട്ട് ഇവിടുന്ന് ഒക്കെപാട് വീണ്ടും സാധനം വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ബിസിനസ് നടത്തിയാലോ? അപ്പൊ ഡബിൾ ബിസിനസ് ആവൂലേ? അപ്പൊ 50,000 ഉള്ള 1,00,000 ആവൂലേ? ഇത് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ അത് മക്കയിലേക്ക് ആവശ്യമായ കുഴൽ പട്ടുകളും ബനാറസ് പട്ടുകളും എല്ലാം കൂടെ വാങ്ങി ആ 1000 ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ആ കച്ചവട സംഘം ആ കച്ചവട സംഘം തിരിച്ചു വരുമ്പോ അതാ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളുടെ രാജാവായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 1000 ചിറകുകൾ വിടർത്തിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, റൂഹുൽ അമീൻ തൻ മോളിയായി അമ്പൻ പുകഴ്തയ ഖൈറുൽ ബറായ തുണയാർ അബൂ സുഫിയാനും ബഗീറ ചുമകളും ഷാമിന്ന് വരുന്നു ശൈറ തണിയോന്നാരുള്ളുങ്ങൾ താമും സഹാബ തരത്തല്ലിലേഹിം സുറുവത്തിൽ പോകാൻ തണി ചെയ്യും തോഹാവില്ലേകലും കൂറി താവൂസുല്ലം ലോക്കു
കുശർദണ്ഡമേറി ഏറിയപ്പോ ദാസ് ഹബരിലൂത്ത് ഏകൻ അമർ കേട്ട തവേ മുതർത്ത് അണവാക്കി റൂഹുൽ അമീൻ തൻപൊളിയായി അമ്പൻ പുകഴ്തേ യാ ഖൈറുൽ ബറായ. റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഹബീബല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, അബൂ സുഫിയാന്റെ ആ കച്ചവട സംഘം അതാ ബദർ വഴിയെ മക്കയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ബദറിൽ വെച്ച് പിടിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. കണ്ട അപ്പോഴാണ് അള്ളാന്റെ ഓർഡർ വരുന്നത്. അള്ളാന്റെ ഓർഡർ ഉണ്ട്, ആ കച്ചവട സംഘത്തെ പിടിക്കണം. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് താഊസുൽ അംലാഖ് കുശർദണ്ഡം ഏറി ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വാനലോകത്തേക്ക് പോയി. അള്ളാന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ആ കച്ചവടം വമ്പിച്ച ലാഭവുമായി തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ആ കച്ചവട സംഘത്തെ പിടിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് റെഡിയാവും, പെട്ടെന്ന് റെഡിയാവും, എല്ലാവരും പെട്ടെന്ന് റെഡിയാവണമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് സ്വഹാബത്തെ കിറാം മുഴുവൻ പെട്ടെന്ന് ഒരുങ്ങി തയ്യാറായി വന്നോന്നാ. റസൂൽ അങ്ങനെ നോക്കുമ്പോ അല്ലാഹു 313 സ്വഹാബത്തെ ഇങ്ങനെ നേരന്ന് നിൽക്ക. റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു സന്തോഷമായി. കാരണം 313 എണ്ണത്തിന് ഒരുപാട് ബറക്കത്തുണ്ടെന്നാ. അത് പറയാനുള്ള സമയം വെക്കില്ല, അത് പറഞ്ഞ പാട്ട് 2 ദിവസം കൊണ്ട് തീരൂല. മഹാനായ റസൂൽ അങ്ങനെ നോക്കുക. റസൂൽ പറയാ, സ്വഹാബാ, 1,24,000 പ്രവാചകന്മാര് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ മുർസലീങ്ങളുടെ എണ്ണം 313. ആ മുർസലീങ്ങളുടെ എണ്ണം ഒത്തിരിക്കുന്നു. നിന്റെ പ്രിയപ്പെട്ട സഹാബത്തെ കിറാം 313 കണക്കായിരിക്കുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹിക്ക് വല്ലാതെ സന്തോഷമായി. 77 മുഹാജിറുകളും 236 അൻസാറുകളുമായിരുന്നു. അങ്ങനെ റസൂൽ ഇങ്ങനെ നോക്കുമ്പോ 313 ആളുകൾ റെഡി ആയിട്ട് നിൽക്കുക. ചില ആളുകളെ അള്ളാന്റെ റസൂൽ മനസ്സിലാക്കി, ചില ആളുകൾ പോരാൻ പറ്റൂല. നിങ്ങൾ ഇങ്ങോട്ട് മാറി, നിങ്ങൾ പോരണ്ട എന്ന് പറഞ്ഞ് 8 ആളുകളെ അള്ളാന്റെ റസൂല് മാറ്റി നിർത്തിയെന്ന. എത്ര ആളുകളെ മാത്രം? 8 ആളുകളെ. ബാക്കി 305 ബദറിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷെ ഈ 8 ആളുകളും ബദരീങ്ങളാണ്. ബദറിൽ പങ്കെടുത്ത പോലെയുള്ള കൂലിയൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 313 എന്ന് പറയുന്നത്. കാരണം ഒരുങ്ങി തയ്യാറായി വന്നവരാ. 8 ആളുകളെ അള്ളാന്റെ റസൂല് മാറ്റി നിർത്തി. ആരൊക്കെ 8 ആളുകൾ? ഒന്ന്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങൾ ബദറിലേക്ക് പോന്നിട്ടില്ല. എന്താ കാരണം? ചരിത്രം പറയുന്നു. അവർ കാണുവാനെ ഹംസ പിന്നൻസാരി യാക്കളിൽ താനേ. മഹാനായ ഉസ്മാൻ തങ്ങളുടെ റസൂൽ പറഞ്ഞു, നിങ്ങൾ പോരണ്ട. എന്താ കാരണം അറിയോ? ഉസ്മാൻ തങ്ങളുടെ ഭാര്യ റസൂലുള്ളാഹിന്റെ മകളെയാണ്. അള്ളാന്റെ റസൂലിന്റെ മകളെ റുഖിയ ബീവിനെയാണ് ആര് വിവാഹം കഴിച്ചത്? ഉസ്മാൻ തങ്ങൾ വിവാഹം കഴിച്ചത്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയായ റുഖിയ ബീവിക്ക് അന്ന് ശക്തിയായ രോഗമായിരുന്നു. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞ്, ഉസ്മാൻ തങ്ങളെ ഭാര്യക്ക് സുഖമില്ലാത്തോണ്ട് നിങ്ങൾ പോരണ്ട. അങ്ങനെ ഒന്നുണ്ട്, ഭാര്യമാർക്ക് സുഖമില്ലെങ്കിൽ ഒടുക്കും പോകാൻ പറ്റൂല, ഒരു വൈക്കും പോകാൻ പറ്റൂല. അത്രമാത്രം പവിത്രത ഉണ്ട്. അന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സംഭാവന തരണം. ഭാര്യമാർക്ക് സുഖമില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓർക്ക് വേണ്ടിയിട്ട് ഖിദ്മത്തൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ കാരണം ജോലിക്കൊന്നും പോരില്ല. നമ്മൾ അടുക്കളയിൽ കൊണ്ടിട്ട് പത്തിരി ഉണ്ടാക്കാനും ചോറുണ്ടാക്കി ഈ കടുക്കട്ടി, അങ്ങനല്ലേ ഈ കാലം അത്ര ഈ അമ്മക്ക് ഉണ്ടാക്കിയെന്നല്ലേ, ഇനി ഒരു 2 ദിവസം നമ്മൾ അങ്ങനക്ക് ഉണ്ടാക്കി തരാ എന്നൊക്കെ പറഞ്ഞ് ഭാര്യമാർക്ക് സുഖമില്ല. ഞാൻ ഭർത്താക്കന്മാർ അവിടെ കൂടണം എന്ന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ എന്നിരുന്നാൽ തന്നെ മഹാനായ ഉസ്മാൻ തങ്ങള് ഉസ്മാൻ തങ്ങളോട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ പോരണ്ട.
പോരണ്ട. കാരണം റുഖിയ ബീവിക്ക് കലശമായ രോഗമാണ്. ചരിത്രം പറയാ, അള്ളാന്റെ റസൂൽ ബദറിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും റുഖിയ ബീവി ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിന്റെ ശേഷമാണ് റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ മകളായ ഉമ്മു കുൽസൂം ബീവിയെ ഉസ്മാൻ തങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ റസൂലുള്ളാഹിന്റെ രണ്ട് മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതുകൊണ്ടാണ് ഉസ്മാൻ ദിന്നൂറൈൻ എന്നുള്ള പേരിട്ടുള്ള കാരണം. ഏതെങ്കിലും ഒന്നാമതായിട്ട് മഹാനായ ഉസ്മാൻ തങ്ങൾ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ രണ്ട് സ്വഹാബത്തെ കിറാം, അതാരാ? ഒന്ന് സഅദ് ഇബ്നു അബീ വഖാസ്, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല. ഈ രണ്ട് സ്വഹാബത്തിനോടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ ഷാമിലേക്ക് പോവാ. വന്ന ആളുകളാണ്, നിങ്ങൾ നേരെ ഷാമിക്ക് പോയിട്ട് അബൂ സുഫിയാനും കൂട്ടരും എന്നാ അവിടുന്ന് മടങ്ങുന്നത് ആ വിവരം ഒന്ന് അറിഞ്ഞു വരണം. അവർ മടങ്ങുന്ന ദിവസം കിട്ടിയാലല്ലേ അവർ എന്നാ ബദറിലെത്തുന്ന നമുക്ക് അറിയുള്ളൂ. അപ്പൊ ആ ദിവസത്തിന് കണക്കാക്കി പോയാൽ മതി. നേരത്തെ പോയാൽ അവർ റൂട്ട് മാറിപ്പോകും. അതുകൊണ്ട് ആ വിവരം ഒന്ന് അറിഞ്ഞു വരണമെന്ന് സഅദ് ഇബ്നു അബീ വഖാസിനോട് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല ഈ രണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞയച്ചു. ഈ രണ്ട് സ്വഹാബത്ത് നേരെ ഷാമിലേക്ക് എത്തി. ഷാമിൽ എത്തിയപ്പോഴേക്കും അവര് ഷാമിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ വിവരം പറയാൻ വേണ്ടി ആ രണ്ട് സ്വഹാബത്ത് നേരെ എവിടേക്ക് വന്നു? മദീനയിലേക്ക് വന്നു. മദീനത്ത് എത്തിയപ്പോഴേക്കും അവരറിഞ്ഞു അള്ളാന്റെ റസൂലും ബദറിലേക്ക് പോയിട്ടുണ്ട്. ഉടനെ ഈ രണ്ട് സ്വഹാബത്ത് നേരെ ബദറിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും ബദർ യുദ്ധം കഴിഞ്ഞു പോയി. അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലായില്ല? രണ്ടുപേരും ഷാമിലേക്ക് പോയി. ഷാമിലെത്തിയപ്പോൾ അബൂ സുഫിയാൻ പുറപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞു. ആ പുറപ്പെട്ട വിവരം റസൂലുള്ളാഹിനോട് പറയാൻ വേണ്ടി മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്നപ്പോഴേക്കും അള്ളാന്റെ റസൂൽ ബദറിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവർ ബദറിലെത്തിയപ്പോഴേക്കും എന്തായി? ബദർ യുദ്ധം കഴിഞ്ഞു പോയി. പേരുറ്റ സഅദും ത്വൽഹത്തും രണ്ട് പേർ ഷാമു കൊള്ളെ പോയി മുമ്പരുൾ കൊണ്ട് വാരുന്ന താദ്രികൾ ചേതി അറിന്ത് പന്ത് ബദർ ചേരും മുൻപോർ കഴിന്ത്. അവർ ബദറിലെത്തിയപ്പോഴേക്കും ബദർ യുദ്ധം കഴിഞ്ഞു പോയി. പിന്നെ 5 ആളുകള്, ഒന്ന് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീടിന് കാവൽ നിർത്തി. ആസിബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു ഖുബാ പള്ളിയിലെ ഇമാമത്തിന് നിർത്തി. ഇനി ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ഇബ്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ ആ ബനു അംറിൽ നിന്ന് ഒരു വിവരം അറിയാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ എത്ര ആളുകളായി? 6 ആളുകളായി. ഇനി 2 ആളുകൾ വിട്ടൊട്ടകത്തിൻ പുറത്തിന്ന് താനേ വീരர்கள் ഹവ്വാത്തും ഹാരിസും വീണേ. ഒട്ടകപ്പുറത്തുനിന്ന് ഹവ്വാത്ത് റളിയല്ലാഹു അൻഹും ഹാരിസ് റളിയല്ലാഹു തആല അൻഹും വീണു. അങ്ങനെ വീണപ്പോ ശക്തിയായ മുറിവ് പറ്റി. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ പോരണ്ട എന്ന് പറഞ്ഞു. ഹവ്വാത്ത് തങ്ങളും ഹാരിസ് തങ്ങളും. അവിടെ 2 അഭിപ്രായം പറയുന്നുണ്ട്. എങ്ങനെ വീണത്, വീഴാനുള്ള കാരണം എന്ത്? 2 അഭിപ്രായം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് രണ്ടും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരഭിപ്രായം ശ്രദ്ധിച്ചോ. ഒരഭിപ്രായം, അള്ളാഹിന്റെ റസൂൽ സഹാബത്തെ കിറാം ഇങ്ങനെ ബദറിലേക്ക് പോവാ. അങ്ങനെ ബദറിലേക്ക് പോകുമ്പോ നമുക്കറിയാലോ 70 ഒട്ടകാണുള്ളത്. ഈ 305 സഹാബത്തെ കിറാമിനുള്ളത്. ആകെ എത്ര ഒട്ടക? 70 ഒട്ടകം. അപ്പൊ എങ്ങനെ ഒരു യാത്ര ചെയ്യാ? ഒരു ഒട്ടകപ്പുറത്ത് 3, 4, 5 ആളുകളൊക്കെ ഇരുന്നിട്ടാ പോണത്. നമ്മളെ കുട്ടികൾ മോട്ടോർ സൈക്കിളിൽ പോണ അല്ലേ? അല്ലാഹ് നമുക്ക് മക്കളെ കാക്കമാറാവട്ടെ. കുട്ടികൾ പോണ പോക്കൊക്കെ കണ്ട ദുനിയാവ് ആഖിറില്ലാൻ തോന്നിപ്പോവും അല്ലേ? ഒരാള്, 2 ആള്, 3 ആള്, അതിന്റെ ഇടയിൽ വേറൊന്ന്, അതിന്റെ മുന്നിൽ വേറൊന്ന് വെച്ചിട്ട് അല്ലാഹ് എന്തോ ഒരു പോക്ക് അങ്ങനെ പിടിച്ചിട്ട് ക്ലച്ച് വിട്ടതാ. അങ്ങനെ ക്ലച്ച് വിട്ടാൽ റോട്ടുമേ ഉണ്ടാവും 5 എണ്ണം. അല്ലാഹു കാക്കുമാറാവട്ടെ. അപകട മരണങ്ങൾ തൊട്ട് കാക്കുമാറാവട്ടെ. ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ ഈ രൂപത്തിൽ 4ഉം 5ഉം ആളുകൾ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോണ്ട് ഒരു ഒട്ടകം ഇങ്ങനെ വരിക. എന്നാൽ ആ ഒട്ടകം ഏതാ? കഅബയിലേക്ക് നീർച്ചയാക്കിയ ഒട്ടകം എന്നാ പറയണത്. പഴയ കാലത്ത് നമ്മൾ ഉള്ളാടത്തേക്ക് ആടിനെ നീർച്ചാക്കില്ലേ ഇല്ലേ എന്ന രൂപത്തിൽ കഅബയിൽ. അപ്പൊ ഈ ഒട്ടകത്തിൽ ചുമടെടുത്ത് ശീലല്ല. ഹവ്വാത്ത് തങ്ങളും ഹാരിസ് തങ്ങളും ഈ ഒട്ടകം കണ്ടപ്പോ നല്ല ഒട്ടകം, നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് വാഹനമായിട്ട് അത് ഉപയോഗിക്കാം. റെഡി അല്ലേ? ആ റെഡി എന്ന് പറഞ്ഞ് ഈ 2 സ്വഹാബത്തേക്ക് ഒരു ഒറ്റ ചാട്ടം ആ ഒട്ടകപ്പുറത്തേക്ക്. ആ ഒട്ടകപ്പുറത്തേക്ക് അങ്ങോട്ട് ചാടിയപ്പോ ഈ ഒട്ടകാണെങ്കിലോ ഇതുവരെ ചുമടെടുത്ത് യാതൊരു പരിചയവും. നേരെ അങ്ങോട്ട് ചാടിയപ്പോ ഒട്ടകത്തിന് ഇക്ലിയായി. ഇക്ലിയെന്നറിയില്ലേ? അറിയില്ലേ? ഇക്ലി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കുടുങ്ങിയോ? അൽഹംദുലില്ലാ. ലക്ഷദ്വീപ് ഞാനും മനസ്സിലും കുടുങ്ങിയായിമല. ഇവിടത്തെ മാതിരില്ല. ലക്ഷദ്വീപിലെ ഭാഷയ്ക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഒരു മനുഷ്യൻ വരേക്ക് കയറി ചെന്ന് പറയും ഉസ്താദേ ലൈ 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 എന്നറിയും. ഇരിക്കാനാണ് പറയുന്നത്. ലൈ എന്നാ പറയുന്നത്.
ചോറ് വേവിച്ചോളിന്നില്ല, ചോറ് വാട്ടിക്കോളിന്നാ പറയാ, ചോറ് വാട്ടാനാ പറയാ. വാട്ടുകാരൻ. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. നമ്മൾ വാട്ടുന്ന എന്താ എന്ത് എന്നല്ല ചോദിക്കണത്. ചോറ് ഇടിയെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടെ ബദർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വരി പാടിയപ്പോ വിട്ടൊട്ടകത്തിന് പുറത്തുനിന്ന് താനെ വീരകൾ ഹവ്വാത്തും ഹാരിസും വീണേ മോനെ. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഇക്കിളിയായി എന്ന് പറഞ്ഞപ്പോ സദസ്സിന് ഒരു വല്യപ്പണ്ട് എണീറ്റുന്നു. ഉസ്താ ഇക്കിളിയാ അത് നാക്ക് പിടിക്കാത്ത. ആ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, നാക്ക് പിടിക്കാത്തതല്ല. അപ്പൊ എന്നെ കൊണ്ടുപോയൊരു ഉസ്താദ് ഉണ്ടായി, തർജ്ജമ ചെയ്തിരുന്നു മൂപ്പര. തർജ്ജമൊക്കെ ഉസ്താദ് ഉസ്താദ് എന്താ പറഞ്ഞത്? നാക്ക് പിടിക്കാത്തത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നർത്ഥം. ഓഹോ, നിങ്ങൾക്ക് മനസ്സിലായണോ? എനിക്ക് മനസ്സിലായില്ല. ഉസ്താദ് എന്താണ് ഈ കിളിന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുടുങ്ങില്ലേ, ഞാൻ അങ്ങനെ ആലോചിച്ച് പഠിച്ചു. കിക്കിളി അറിയോ? പിന്നെ അങ്ങനെ കിക്കിളി അറിയില്ലേ? ഞാൻ ആ 2 മിനിറ്റ് കൊണ്ട് ഏകദേശം മലയാളം നിഘണ്ടു മുഴുവൻ തെരഞ്ഞു. കാരണം മനസ്സുകൊണ്ട്. കാരണം എന്താ, ഇക്കിളിക്ക് റബ്ബെ എന്താണ് ഇവർ ശുദ്ധ മലയാളം. ഒരു കൂട്ടത്തും കിട്ടില്ല. അവസാനം പിന്നെ പറഞ്ഞ ഉസ്താദെ ഒരു കാര്യം ചെയ്യും, ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരൂല. അടുത്തേക്ക് വിളിച്ചിട്ട് ഉസ്താദിന്റെ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് നേരെ ഇത് ഇക്കിളിയാ ഇത് പിന്നെ എന്താണ്? ഇത് കന്തളി കുന്തളി. അതിന്റെ പേര് കന്തളി കുന്തളി. അള്ളാഹു നല്ലത് മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് കൈമാറാവട്ടെ. അപ്പൊ ഏതെങ്കിലും ആട്ടെ ഈ ഒട്ടകത്തിന് ഇക്കിളി ആയതോടുകൂടി ഒട്ടകം താക്കി ഒന്നങ്ങോട്ട് കൊടഞ്ഞു. ഈ 2 സ്വഹാബത്തെ കിറാം താഴേക്ക് വീണു. നാസില എന്ന് പറയപ്പെടുന്ന പാറകളുടെ ചെങ്കുത്തായ ഒരു സ്ഥലമായിരുന്നു. അവിടേക്ക് സ്വഹാബത്തെ കിറാം വീണു. 2 പേർക്കും ശക്തിയായ മുറിവറ്റി. പെട്ടേ മുറി ശിദ്ദത്തായ ഉദ്റാൽ പിരിതാരവേരെയും ആക്കിയദ്റാ. 2 പേരോട് നിങ്ങൾ പോരണ്ട, നല്ല മുറി പറ്റി. വക്കീല വേറെ ഈ ബുട്ടൊട്ടകം എന്ന് പറഞ്ഞാൽ അബൂജാഹിൽ ബുട്ടൊട്ടകാണ്. കാരണം അബൂജാഹില് തന്നെ ഒരു പണി മൂപ്പർക്ക്. ഇപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി. ഇനിയിപ്പോ എങ്ങനെയാ മുഹമ്മദിനെ എതിർക്കുക? മൂപ്പര മുറാദ് അതാ. അവസാനം മൂപ്പർ എന്താക്കി, ഒരു ഒട്ടകക്കുട്ടിയെ വളർത്തിയെന്ന. ഒരു ഒട്ടകക്കുട്ടിയെ മോട്ട് കാട്ടുന്ന രൂപത്തിൽ ഒട്ടകക്കുട്ടിയെ വളർത്തി യുദ്ധത്തിന്റെ സകല താഴങ്ങളും ആ ഒട്ടകക്കുട്ടിക്ക് പഠിപ്പിച്ചു. എന്നിട്ട് അബൂജാഹിലല്ലാത്ത വേറെ ആരാ ഒട്ടകപ്പുറത്ത് കയറിയാലും ആ ഒട്ടകം ഒരു 3 അടി വെച്ചാൽ പെട്ടെന്ന് ഒരൊറ്റ മറച്ചില്ല. ആ മൂപ്പര് അങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് എന്താക്കി, നേരെ വിട്ട് പോട്ടാണ്ട് മതി. നേരെ മൂപ്പര് നോക്കി, മൂപ്പര ഒക്കെ അങ്ങട്ടാ വിടല്. ആരെങ്കിലും ഒരാൾ ആ ഒട്ടകപ്പുറത്ത് കേറിയിട്ട് വല്ലതും പറ്റിയാ രക്ഷപ്പെട്ടില്ലേ? ഈ രൂപത്തില് ഈ ഒട്ടകത്തിന് അങ്ങോട്ട് വിട്ടു. ഈ ഒട്ടകം ഹവ്വാത്ത് റളിയല്ലാഹു അൻഹു മാരിതങ്ങൾ ഈ ഒട്ടകനെ കാണുക. കണ്ടോ വലിയൊരു ഒട്ടകം കണ്ടോ? അതൊക്കെ വളപ്പ് കയറിയിട്ട് കൃഷികളൊക്കെ നശിപ്പിക്കൂലേ? ആരാണ്? ഉടമസ്ഥനില്ലല്ലോ. അന്ന് ഉടമസ്ഥനില്ലാത്ത ഒട്ടകത്തിനെയോ പശുക്കളെയോ ആടിനൊക്കെ കണ്ടാല് പിടിച്ചു കൊണ്ടുപോകും റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക്. അപ്പൊ ഈ ഒട്ടകത്തിന് ആളില്ലാത്ത ഒട്ടകത്തിനെ കണ്ടപ്പോ എന്താക്കി, ഈ 2 സ്വഹാബത്തെ കിറാമും അതിനെ പിടിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുക. ആ കൊണ്ടുപോകുമ്പോ ഇവർ 2 പേരെന്താക്കി, ആ ഒട്ടകപ്പുറത്തേക്ക് കയറി. അതോടുകൂടി ഒട്ടകം വീണു. ശക്തിയായ മുറി പറ്റി. വിട്ടൊട്ടകത്തിൻപുറത്തിന്ന് താനെ വീരകൾ ഹവ്വാത്തും ഹാരിസും വീണേ. പെട്ട് മുറി ശിദ്ദത്തായ ഉദ്റാൽ പിരിതാരവേരെയും ആക്കിയദ്റാൽ. വിട്ടൊട്ടകത്തിൻപുറത്തിന്ന് താനെ വീരകൾ ഹവ്വാത്തും ഹാരിസും വീണേ. പെട്ടേ മുറി ശിദ്ദത്തായ ഉദ്റാൽ പിരിതാരവേരെയും ആക്കിയദ്റാൽ. കിട്ടു ഗനീമത്തു കൂലി ഫദായിൽ കേറി പൊരുത് സ്വഹാബകളെ പോ. 8
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 8 ആളുകളെ ബദറിൽ നിന്ന് മാറ്റി നിർത്തി, അവരോട് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞു. ആ 8 ആളുകളിൽ ഒന്ന് ഖവ്വാദ് തങ്ങളും ഹാരിദ് തങ്ങളോ, അവർ ഒട്ടകപ്പുറത്ത് വീണു, ശക്തിയായ മുറി പറ്റിയത് കൊണ്ട് അവരോട് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഈ 8 പേരും ബദരീങ്ങളാണ്. ബദറിൽ ഇറങ്ങി പൊരുതിയതുപോലെയുള്ള ശ്രേഷ്ഠതയും പദവിയോ അവർക്ക് ഗനീമത്ത് മുതലോ കിട്ടും. ഗനീമത്തും കൂലി ഫവായിൽ കേറി പൊരുതേ സഹാബർകളെ പോൽ 8 ആളിലും എണ്ടരുൾ ചെയ്തു തോഹ എണ്ടതിൽ പിൻറാവി കൂറുന്ന ബാഹ. ഈ 8 പേര് അസ്ഹാബുൽ ബദരീങ്ങളാണ്, ബദരീങ്ങൾ പ്രധാനികളാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തി പറഞ്ഞു. ഈ 8 പേര് അങ്ങനെ 313 നിന്ന് 8 ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കി 305 സ്വഹാബത്തെ കിറാം അത് അണിയായി നിൽക്കുമ്പോ, പുറപ്പെടാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോ, തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഖൂലു തക്ബീർ അല്ലാഹു അക്ബർ, സല്ലമക്കളെ ഖൂലു തക്ബീർ അല്ലാഹു അക്ബർ, ആവേശഭരിതരായി സ്വഹാബത്തെ കിറാം നിൽക്കുമ്പോ അതാ അല്ലാഹുവിന്റെ റസൂല് 3 പതാക കെട്ടിയുണ്ടാക്കി, 3 കൊടി കെട്ടിയുണ്ടാക്കി. ഒന്ന് വെള്ള കൊടി, 2 കറുത്ത കൊടി. എന്നിട്ടോ ആ വെള്ള പതാക ഇങ്ങോട്ട് അല്ലാഹുവിന്റെ റസൂൽ എടുത്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ പതാക എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്നു. ആർക്ക്? ബദറുൽ ഹുദായ സീനൽ നബി ഖർജായ നേരോ വളർകൊടി മൂണ്ടെണ്ണ കേട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാ പിൻരണ്ടു അസ്വദുമാവേ സദദ കുടി കോൾ പൊങ്കു തിരുകരമാലുണ്ടാമ തതിലനെ ബീതൻ തോള് വിശാബിലീണ്ട അവരത് തലപിട് ചെയ്താറ്റൽ മുമ്പിലെ നിലയാകെ ഇതമേകാവാം സത്യ പുലിയാലിയാർ തങ്ങൾക്കു ഇയതലമാമോണ്ട സദബ്നു മുആദിൽ അരശരയിട ബലവും നിണ്ടാറ ഗബറിനു പേരും ബദറുൽ ഹുദായ സീനൽ നബി ഖർജായ നേരോ വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാ പിൻരണ്ടു അസ്വദുമാവേ. മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കൊടി കെട്ടിയുണ്ടാക്കി. ഒന്നാമത്തെ വെള്ള പതാക എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കി, ആർക്കാപ്പത് കൊടുക്കേണ്ടത്? അങ്ങനെ നോക്കുമ്പോ സർവ്വ സ്വഹാബത്തും ചോന എന്റെ കയ്യെ കെട്ടിയാൽ മതി, എന്റെ കയ്യെ കെട്ടി. താനങ്ങനെ പൊന്തിച്ച് നോക്ക സ്വഹാബത്തെ കിറാം, എന്നെ കാണില്ല അല്ലാഹുവിന്റെ റസൂൽ. അലിയാതങ്ങളൊക്കെ പൊന്തിച്ചെന്ന് അലിയാതങ്ങളൊക്കെ പറഞ്ഞ റസൂൽ പറഞ്ഞ അലിയെ നിൽക്കുന്നില്ല. അങ്ങനെ കൊണ്ട് നോക്കിയിട്ട് അവസാനം വിളിച്ചു, ഐന മിസ്അബ്, എവിടെയാ മിസ്അബ് ബിൻ ഉമൈർ? മിസ്അബ് തങ്ങൾ ചാടി എന്നിട്ട് കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ നബിയെ, ഖുദ് യാ മിസ്അബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ആ തൗഹീദിന്റെ പതാക, ആ വെള്ള പതാക മഹാനായ മിസ്അബ് റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാ, മിസ്അബ്, ഇത് തൗഹീദിന്റെ പതാകയാണ്, ഇത് ധർമ്മത്തിന്റെ പതാകയാണ്, ഇത് നീതിയുടെ പതാകയാണ്, ഇത് സത്യത്തിന്റെ പതാകയാണ്. അതുകൊണ്ട് മിസ്അബ്, ഈ പതാക പടക്കളത്തിൽ ഉയർത്തിപ്പിടിക്കണം മിസ്അബ്. ഒരിക്കലും പടക്കളത്തിൽ ഈ പതാക താഴ്ന്ന് വീഴരുത്, താഴെ പതിക്കരുത് മിസ്അബ്, ഉയർത്തിപ്പിടിക്കണം മിസ്അബ്. ഈ പതാകയാണ് നമ്മുടെ വിജയത്തിന്റെ ലക്ഷ്യം എന്ന് മഹാനായ മിസ്അബ് റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഉടൻ തന്നെ ആ മിസ്അബ് റളിയല്ലാഹുവിനെ കൊണ്ടിങ്ങോട്ട് വാങ്ങിയിട്ട് ഒറ്റ പ്രാർത്ഥന, പടച്ചോനെ, ഇത് അല്ലാഹുവിന്റെ റസൂൽ എന്ന പതാകയാണ്. ഈ പതാക ഞാൻ പടക്കളത്തിൽ കഷ്ടമായി വീണാൽ പോലും ഈ പതാകയെ നിലംപതിപ്പിക്കരുത് അല്ലാഹ്. ഒരൊറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചു. ബദറിലല്ല, ഉഹദിൽ. ആ ഉഹദില് മഹാനായ മിസ്അബ് റളിയല്ലാഹുവിന്റെ പതാക പിടിച്ച് യുദ്ധം ചെയ്യുമ്പോ ആ 1-ാം ഘട്ടം യുദ്ധം കഴിഞ്ഞ് 2-ാം ഘട്ടം യുദ്ധം ആരംഭിച്ചപ്പോ ശത്രുക്കൾ ഒന്നാകെ റസൂലുള്ളാഹിനെ വളഞ്ഞു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഏതാനും കുറച്ച് സ്വഹാബത്തെ കിറാം മാത്രം. മഹാനായ ഹംസ റളിയല്ലാഹുവിനുണ്ട്, മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു, ഏകദേശം 10-30ഓളം സ്വഹാബത്തെ കിറാം റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗം. ബാക്കിയുള്ള സ്വഹാബത്തൊക്കെ ചിന്നിച്ചെതറി പോയി. ഈ സമയത്താണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ
കൊടിയെത്തി പിടിച്ചുകൊണ്ട് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോ അതാ ഇബ്നു ഹമിയ എന്ന് പറഞ്ഞ ഒരു ധിക്കാരി, ഒരു വില്ലാളി വീരന് വന്നുകൊണ്ട് വിളിക്കുന്നു, എവിടെയാ മുഹമ്മദ്? മുഹമ്മദ്, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരും ഒരുമിച്ച് ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കേണ്ട മുഹമ്മദ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ വെല്ലുവിളിച്ചു കൊണ്ടുവരുന്ന ഇബ്നു ഹമിയ. ആ ഇബ്നു ഹമിയെ കണ്ടപ്പോ ഒരു കയ്യിൽ പതാകയോ മറു കയ്യിൽ വാളും പിടിച്ചു നിൽക്കുന്ന മഹാനായ മിസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു ഇബ്നു ഹമിയോട് ഏറ്റുമുട്ടി. ഇബ്നു ഹമിയെ വെട്ടി. റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്ന മിസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു ആ കൊടി പിടിച്ചിരിക്കുന്ന ആ കൈ ഇബ്നു ഹമിയെ വെട്ടി എന്ന ഉടനെ തന്നെ ആ മിസ്അബ് റളിയല്ലാഹു അൻഹു ആ പതാക വലത്തെ കൈയിലേക്ക് മാറ്റി. പിന്നെ അവിടെ യുദ്ധമില്ല, വാള് പിടിക്കാൻ കൈയില്ല, ഒരു കൈ അറ്റുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ ആ ഇബ്നു ഹമിയ മിസ്അബ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ കൈയും വെട്ടി. ഉടനെ വായ കൊണ്ട് കടിച്ചു പിടിച്ചപ്പോഴല്ലേ ഇബ്നു ഹമിയ കഴുത്തിന് വെട്ടിയത്. ഏതെങ്കിലും ആ പതാക നിൽക്കും. അപ്പോഴാണല്ലോ നുസൈബ ബീവി പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് യുദ്ധക്കളത്തിലേക്ക്. അപ്പോഴാണ് നുസൈബ ബീവി യുദ്ധം വിജയിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും വെള്ളം വേണോ എന്ന് നോക്കാൻ വേണ്ടി പടക്കളത്തിലേക്ക് വന്നതാ. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗം ശത്രുക്കൾ തേനീച്ച കൂടിയതുപോലെ കൂടിയിരിക്കുന്നു. ഈ രംഗം കണ്ട് നുസൈബ ബീവി അതാ ടെന്റിലേക്ക് കടന്നു. ഒരു പൊട്ടിയ വാളെടുത്തു കൊണ്ടുവന്ന് റസൂലുള്ളാഹിനെ സഹായിക്കാൻ വേണ്ടി, മിസ്അബിനെ സഹായിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പടപൊരുതുക. അങ്ങനെ നോക്ക, എവിടെ ഇവരൊക്കെ? എന്റെ ഭർത്താവ് എവിടെ? എന്റെ മകൻ എവിടെ? അവരൊക്കെ പടക്കളത്തിലുണ്ടല്ലോ. നോക്കുമ്പോണ്ട് ഭർത്താവ് അങ്ങ് ദൂരെ നിൽക്കുന്നു. ഭർത്താവേ, അവിടെയല്ല യുദ്ധം, ഇങ്ങോട്ട് വരൂ, ഇവിടെയാണ് എന്ത് വേണ്ടത്? ഭർത്താവിനെ വിളിച്ച് റസൂലുള്ളാഹിന്റെ വലത്തെ ഭാഗത്ത് തന്റെ ഭർത്താവിനെ നിർത്തുന്നു. അതാ കുറച്ചു കഴിഞ്ഞപ്പോ തന്റെ വലിയ മകനെ വിളിച്ചു, മോനെ അവിടെയല്ല യുദ്ധം, ഇവിടെ വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ അടുത്ത ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ മകനെ വിളിച്ച് റസൂലുള്ളാഹിന്റെ ബേക്ക് ഭാഗത്തേക്ക് നിർത്തിയപ്പോ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ നോക്കുമ്പോ മുൻഭാഗത്ത് നുസൈബ ബീവി, വലത്തെ ഭാഗത്ത് ഭർത്താവ്, ഇടത്തെ ഭാഗത്തേക്ക് അബ്ദുള്ള എന്ന മകന്, അതാ ബേക്ക് ഭാഗത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഇത് കണ്ടപ്പോഴല്ലേ റസൂൽ പറഞ്ഞത്, ബാറകല്ലാഹു ലക്കും ഫീ അഹ്ലിൽ ബൈത്ത് യാ അഹ്ലൽ ബൈത്ത്, ഈ വീടിന്റെ ഉടമസ്ഥരെ നിങ്ങൾക്ക് അല്ലാഹു ബറകത്ത് ചെയ്യുമാറാവട്ടെ. അപ്പോഴല്ലേ നുസൈബ ബീവി പറഞ്ഞത്, അള്ളാഹിന്റെ പ്രവാചകരെ ഒന്നും കൂടി ദുആ ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങ് സുവലോക സ്വർഗ്ഗത്തിൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിന്റെ സമീപത്ത് ഒരു ചെറ്റക്കുടിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസികളായിട്ട് താമസിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കൂ നബിയെ. പടക്കത്ത പറയുന്നത് ഒന്ന് പ്രാർത്ഥിക്കൂ. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ആ സമയം പറഞ്ഞു. അങ്ങനെ നുസൈബ ബീവി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹിന്റെ റസൂൽ മിസ്അബിനോട് പറയാ, മിസ്അബേ ഒന്നിങ്ങോട്ട് അടുത്ത് നിൽക്ക്, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് മിസ്അബേ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ മിസ്അബേ. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞപ്പോ ആ കൊടി പിടിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹിന്റെ പ്രവാചകരെ ഞാൻ മിസ്അബല്ല കേട്ടോ, ഞാൻ മിസ്അബല്ല, മിസ്അബ് വടക്കത്തിൽ ഷഹീദായിരിക്കുന്നു. ഞാൻ അല്ലാഹു തആല എന്നെ ഏൽപ്പിച്ചതാ ഈ മിസ്അബ് പിടിച്ച പതാക പിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് മിസ്അബ് റളിയല്ലാഹുവിനോട് ഷഹീദായത്. ആ ബദറിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ, പടച്ചോനെ ഞാൻ പടക്കളത്തിൽ കഷ്ടമായി വീണാൽ പോലും ഈ പതാക നീ ഒരിക്കൽ നിരംപരിശാക്കരുത്. അങ്ങനെ ആ പതാക, അള്ളാഹിന്റെ റസൂലിനോട് വാങ്ങിയ പതാക, സത്യത്തിന്റെ പതാക, തൗഹീദിന്റെ പതാക, ആ പതാക വാങ്ങിക്കൊണ്ട് രണ്ട് വരിയായി നിൽക്കുന്ന സ്വഹാബത്തെ കിറാമിന്റെ മുൻപന്തിയിൽ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നിന്നപ്പോ രണ്ടാമത്തെ പതാക അള്ളാഹിന്റെ റസൂൽ എടുത്തു. ആ പതാകന്റെ പേരെന്താണെന്നറിയോ? ഉഖാബ്. എന്താ മക്കളെ പേര്? ഉഖാബ്. ആയിഷ ബീവിയുടെ രോമ പുതപ്പ് കൊണ്ടുണ്ടാക്കിയ കൊടിയാണ് ആ കൊടിയുന്ന. ആ ഉഖാബ് എന്ന കൊടി എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്നു. ആരെയാ വിളിച്ചത്? അയിന അലി. അല്ലാഹു. ഇനി ആരും വേണ്ട, മഹാനായിരിക്കുന്ന അലിയാ തങ്ങളങ്ങ് വിളിച്ചപ്പോ ഒരു കവിയാറുണ്ടും അതിൽ മികും അത് നബി കൂണ്ടേ അവരിലെ അടവിസുയൂഫേട്ടുണ്ട് തിസ്ഹരിമാവും മഹദുളി പാൾ പേരെന്നും മലർക്കരമീയേന്തിപ്പിൽ ഫർസുകളഞ്ചുണ്ടി അതിരിലെ മദതുടയോർ തങ്ങൾക്കം ഇരുപരിതാമേ ബദറുൽ ഹുദാ യാസീൻ നബി ഖറജായം നേരം വളർക്കൊടി മൂണ്ടെണ്ണം ഇടയതിലുണ്ടേ അഭിയത് വർണ്ണമതാം
രണ്ടും അസ്വദുമാമേ ഇതമൗകാം സത്തി പുലി അലിയാർത്തങ്ങൾക്കും ഇയതലമാണ്ടാം സബിനുമാതി അരശര ഇടവനവും നിന്താറ കവറിരു പേരും സദത കുടൈ കോൾപ്പം തിരുകരമായിലുണ്ടാമ പതിരന ബീത്തം അവരത് തലപ്പിടി ചെയ്താറ്റിൽ നിലനിലയാകെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, രണ്ടാമത്തെ കൊടി എന്ന ഉഖാബ് എന്ന കൊടി എടുത്തുകൊണ്ട് അള്ളാന്റെ റസൂൽ വിളിക്ക അയിന അലി. ലബ്ബൈക യാ റസൂലല്ലാഹ് അന മഅകും യാ ഹബീബല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് നബിയെ. ഉടനെ അള്ളാന്റെ റസൂൽ വിളിച്ചു ഖുദി യാ അലി, പിടിക്കൂ അലി എന്ന് പറഞ്ഞു ഉഖാബ് എന്ന കൊടി അലിയാ തങ്ങളെ കയ്യിൽ കണ്ട് കൊടുത്തു. ഇതോടുകൂടി സർവ്വ സഹാബത്ത് പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഖുലു തക്ബീർ, അല്ലാഹു അക്ബർ. കാരണം എന്താ? അത് മതി, ഇനി ആരും വേണ്ട. അതാണ് മഹാനായിരിക്കുന്ന അലിയാർത്ഥങ്ങളില്ലേ. അലിയാർത്ഥങ്ങളുടെ എന്തെന്താ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. പടക്കളത്തിൽ ചീറും മഹാനായിരിക്കുന്ന അലിയാർത്ഥങ്ങൾ. അലിയാർത്ഥങ്ങളെ വെട്ടു മഹാനായ ഹംസ റളിയല്ലാഹുവിന്റെ വെട്ടും രണ്ടു രണ്ടാ. മഹാനായിരിക്കുന്ന ഹംസ റളിയല്ലാഹുവിന്റെ വെട്ട് പൂണൂൽ പരിശാണതാ. നേരെ എങ്ങനെ വെട്ട. എന്നാ മഹാനായിരിക്കുന്ന അലിയാർത്ഥങ്ങളോ മണ്ടന്റെ സെന്റർ കറക്റ്റ് ആക്കി കൊടുക്കും. മഹാനായിരിക്കുന്ന അലിയാദങ്ങൾ മഹാനായിരിക്കുന്ന അലിയാദങ്ങൾ വെട്ട് നേരെ മണ്ടന്റെ സെന്റർ എന്നങ്ങോട്ട് വെട്ടിയാൽ നെറ്റി ആൻഡ് മൂക്ക് ആൻഡ് വായ ആൻഡ് കഴുത്ത് ആൻഡ് നെഞ്ഞി ആൻഡ് വയറ് ആൻഡ് ക്ലോസറ്റിന്റെ അടിഭാഗം വരെ കറക്റ്റ് ആയിരിക്കും മഹാനായിരിക്കുന്ന അലിയാർത്ഥങ്ങള്. അത് അലിയാർത്ഥങ്ങളുടെ വെട്ട്. മഹാനായ ഹംസാറിന്റെ വെട്ടോ അമ്പോ അത് പൂണൂൽ പരീക്ഷ. നാളെ നമുക്ക് പറയാണ്ട് അസ്വദ് വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞ രംഗണ്ടല്ലോ അല്ലേ. ഹക്കീമിൻ ഉസാം വെള്ളം കുടിക്കാതെ തിരിച്ചു പോന്നപ്പോ അത് അറേബ്യയിൽ പ്രസിദ്ധനായ രണകേശരി അസ്വദ് വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേൽക്ക. അവന്റെ ആളുകൾ പറയാ യാ മാശറൽ ഖുറൈശ്, ഖുറൈശികളെ ഹക്കീമിൻ ഉസാം വെള്ളം കുടിക്കാതെ പോന്നില്ലേ എങ്കിൽ ഞാൻ ഭീരുവല്ല, ഞാൻ പേടിത്തൊണ്ടല്ല. മുഹമ്മദിന്റെയോ അവിടുത്തെ അനുയായികളുടെയോ സമ്മതമോ സപ്പോർട്ടോ ഇല്ലാതെ മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കോ? എനിക്കങ്ങാരോ ആ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ഹൗദ് ഞാൻ പൊളിക്കോ? കുടിത്തില്ല പൊളിക്കും ഹൗദ് ഇടിത്തില്ല തടി ജീവൈ മോടിത്തല്ല അതിലെ യശന. എനിക്ക് കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഹൗദ് ഞാൻ പൊളിക്കോ, അല്ലെങ്കിലോ അവിടെ കടന്ന് ഞാൻ രക്തസാക്ഷിയാകോ. അല്ലാതെ ജീവനം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. തൊണ്ട കൊണ്ടു ഇവ ചെയ്യുകയണ്ടി ഇതെ കണ്ട ജനര. ഞാൻ എന്റെ വായ കൊണ്ട് വെറുതെ നാക്കിട്ടടിക്കുകയാണ് നിങ്ങൾ കരുതണ്ട. ദുഷ്കം തന്നെയാണ്, ഒരു ശക്കം വില വേണ്ട ലാത്തയാണ് തന്നെയാണ് സത്യം. മുഹമ്മദിന്റെ ആളുകളുടെ ഹൗദിൽ നിന്ന് മുഹമ്മദിന്റെ അധികാരികളുടെ സമ്മതമില്ലാതെ അവിടെ സപ്പോർട്ടില്ലാതെ ആ മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാതെ ഇനി ജീവനം കൊണ്ട് ഞാൻ തിരിച്ചു വരില്ല. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കില്ല. എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവില്ല. എന്റെ ഭാര്യയുമായിട്ട് ഞാൻ രമ്യതയിൽ ഏർപ്പെടുകയില്ല. ഇത് ലാത്തയാണ് സത്യം എന്ന് വിളിച്ചു പറഞ്ഞൊരു ധീരനായ പടയാളി വന്നപ്പോ അവനോട് ഏറ്റുമുട്ടി മഹാനായ ഹംസത്തുൽ നാളെ പറയാനുള്ളതാ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതെങ്കിലും ഇവിടെ മഹാനായിരിക്കുന്ന അലിയാർ തങ്ങള് കയ്യിലേക്ക് അങ്ങോട്ട് കൊടി കൊടുത്തപ്പോ സർവ്വ സ്വഹാബത്തിന്റെ ആവേശമായി സർവ്വ സ്വഹാബത്ത് പറഞ്ഞു. കാരണം എന്താ? നല്ല ദൂരനാണ്, നല്ല ധീരനാണ്, നല്ല പടയാളിയാണ് മഹാനായിരിക്കുന്ന അലിയാർ തങ്ങള്. ധീര സുജാഹികളേവരെയും വെല്ലുവിളിത്തോർ മട്ടിലും മല്ലിൽ ജയിച്ചോർ വീരശുജാഹികളേവരെയും വെല്ലുവിളിത്തോർ മട്ടിൽ മല്ലിൽ ജയിത്തോർ ശൈഖുല്ലാഹ് അലി വലിനാദരേ അലിനാദരേ. പേര് തയ്യാർ വിളിച്ചുള്ള ഹൈദറാ പേടിച്ചോടും പതി കേട്ട് ഹൈബറാ. പേര് തയ്യാർ വിളിച്ചുള്ള ഹൈദറാ പേടിച്ചോടും പതി കേട്ട് ഹൈബറാ. ഉരിപ്പിടിച്ചുള്ള മൂർച്ചയേറും പാളത്തിൽ പൂക്കാർ ദുൽദുൽ പൂറും കേറുന്നേ
ശൈഖുല്ലാഹ് അലി വലിനാദരേ അലിനാദരേ വീരശുജാഹികളെ വരെയും വെല്ലുവിളിത്തോർ മട്ടിൽ മല്ലിൽ ജയിച്ചോ ശൈഖുല്ലാഹ് അലി വലിനാദരേ അലിനാദരേ. അതാണ് മഹാനായിരിക്കുന്ന അലിയാർ തങ്ങള്. ആ അലിയാർ തങ്ങളുടെ കയ്യിലേക്കാണ് അള്ളാന്റെ റസൂല് ഉഖാബ് എന്ന പതാക കൊടുത്തത്. മൂന്നാമത്തെ പതാക കൊടുത്തു. ആ പതാക എടുത്തുകൊണ്ട് അള്ളാന്റെ റസൂൽ വിളിച്ചു ആരെ? മദീനയിലെ നേതാവായ രണക്കുട്ടിയായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ 3 പതാകയും അള്ളാന്റെ റസൂൽ കൊടുത്തു. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മുൻഭാഗത്ത്, അലിയാർ തങ്ങൾ വലതു ഭാഗത്ത്, മഹാനായ സഅദ് ഇബ്നു മുആദ് ഇടത് ഭാഗത്ത് നിന്ന് അതാ ഇനി പുറപ്പെടേണ്ട താമസമുള്ളൂ. സർവ്വ സഹാബത്ത് തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് തഹ്ലീലുകൾ മുഴക്കിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തെ കിറാം പോകുമ്പോൾ ചരിത്രം പറയാ അവിടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്താ? അതല്ല നോക്കേണ്ടത്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ആകെ 5 കുതിര, 9 പടയങ്കി, 8 വാള്, 9 കുന്തം, 70 ഒട്ടകം. ഇതാണ് ആകെ ഉള്ളത് ഒരു അഭിപ്രായത്തില്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആയുധങ്ങൾ വളരെ കുറവ്. എന്തിനു വേണ്ടിയാ പോണത്? യുദ്ധത്തിനല്ലട്ടോ. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പുറപ്പെടുക. അങ്ങനെ പുറപ്പെട്ട് ഞാൻ പറയാ അഖീഖ് എന്ന സ്ഥലത്തെത്തി. അവിടുന്ന് പുറപ്പെട്ടു സജ് അവിടുന്ന് പുറപ്പെട്ടു റഹഖാൻ. എവിടെത്തി? റഹഖാൻ എന്ന സ്ഥലത്തേപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, സഹാബ ഇവിടെ നല്ലൊരു പ്രദേശമാണ്, അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്യാ, സ്വല്പം പണി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂൽ എല്ലാവരോടും വിശ്രമിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സർവ്വ സ്വഹാബത്തും വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ അള്ളാന്റെ റസൂൽ 2 സ്വഹാബത്തിനെ വിളിച്ചു. ഒന്ന് അദിയ് റളിയല്ലാഹു അൻഹു, ബസ്ബസ് റളിയല്ലാഹു അൻഹു. ഈ 2 പേരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മൾ ഏകദേശം ബദറിലേക്ക് എത്താനായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ 2 പേരും ഒട്ടകപ്പുറത്തുനിന്ന് കയറിയിട്ട് ആ ബദറിന്റെ താഴ്വരയിലൂടെ ഇങ്ങനെ പോയി നോക്കുക. അവിടെ എവിടെയെങ്കിലും അബൂ സുഫിയാനോ മറ്റോ എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു വരണമെന്ന് മഹാനായ അദിയ് റളിയല്ലാഹു അൻഹു ബസ്ബസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അല്ലാഹു സ്വഹാബത്തെ കിറാം വലിയ താല്പര്യമായി. കാരണം എന്താ? 305 സ്വഹാബത്തിൽ നിന്ന് നമ്മളെ 2 പേരാണല്ലോ അള്ളാന്റെ റസൂൽ ഏൽപ്പിച്ചത്. ആ ഒരു ആവേശത്തോടു കൂടി മഹാനായ അദിയ് റളിയല്ലാഹു അൻഹു ബസ്ബസ് റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ ഒട്ടകപ്പുറത്തേക്ക് ചാടിക്കാരി ഈ 2 സ്വഹാബത്തെ കിറാമും അഖൻഖുൻ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ ഇങ്ങനെ പോവാ. കൊറേ അങ്ങോട്ടെത്തി. ഇല്ല ഇവിടെ എവിടെയോ അബൂ സുഫിയാനും പാർട്ടിയില്ല. ഇനി എന്ത് ചെയ്യും നമ്മള്? നാട്ടിൽ റസൂലുള്ളാഹിക്ക് പോയി പറയണല്ലോ, നമ്മളല്ല ഏൽപ്പിച്ചത്, അതുകൊണ്ട് മറുപടി കൊടുക്കണല്ലോ. എന്ത് ചെയ്യുമെന്ന് ലക്ഷ്യം വെച്ച് കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് ചെന്നപ്പോ അവിടെ ഒരു കിണറ് കണ്ടു. ആ കിണറ്റിന്റെ അടുക്കലുണ്ട് 2 പെണ്ണുങ്ങൾ ഇങ്ങനെ ശണ്ട കൂടുക, അടി കൂടെ 2 പെണ്ണുങ്ങള്. ഇത് കണ്ടപ്പോ സ്വഹാബത്തെ കിറാം ശ്രദ്ധിച്ചു, എന്താണ് ഇപ്പൊ അവിടെ അടി? സൈകാര്യം പിടിക്കേണ്ടി വരുമല്ലോ. എന്താ അടി എന്നുള്ളത് നോക്കുമ്പോ അവിടെയുണ്ട് ഒരു വയസ്സൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അയാളെ തല കീപ്പട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അയാൾ തല കീപ്പട്ടാക്കിയിട്ടുണ്ട്. 2 പെണ്ണുങ്ങൾ പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ മഹാനായ 2 സ്വഹാബത്തെ കിറാം അദിയ് റളിയല്ലാഹു അൻഹു ബസ്ബസ് റളിയല്ലാഹു അൻഹു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ കിണറ്റിൻ കരയിലേക്ക് നീങ്ങിയപ്പോൾ പിടിപെട്ട് സിന്നും കാടിത്താരോ പീച്ച ചട്ടയും ഈറപ്പെടുത്താരോ അടിപെട്ട് കൊത്തി പൂടിത്താരോ അണൈത്താലിയുമാലെ ആറുത്താരോ പിടിപെട്ട് സിന്നും കാടിത്താരോ പീച്ച ചട്ടയും ഈറപ്പെടുത്താരോ കടുകപ്പൂതപ്പോടെ കെട്ടി മാറിന്നിട്ടും കരിശത്തിൽ കാശീരിൽ കൂടെ വിളുന്നിട്ടും ഇടരിപ്പീടം താവൾ പിന്നും എഴുന്നിട്ടും ഇരുപേരും കൊട്ടുമ എങ്കീ നിലന്നിട്ടും പിന്നാളെ കാണുണ്ടോളി കൊണ്ടേക്കാടത്തീരു ചണ്ടായടി കൂറി കൂട്ടിയതാരും കേട്ടാലടി ഉണ്ടല്ലോ മാരം കേടണ്ടു വെടിയൂര മാരം പോരാ വേണ്ടി തരുവേടി
കടം കൊണ്ടോളൂഷിച്ച് ചെട്ട് നീ ബാക്കേറ്റം ചൊന്നേതും ദേശിച്ച് ചിട്ടേറെ ജമ്പീടും വാക്ക് ശേഷിച്ച് സിക്കുമല്ലോ അത് കൊണ്ട് വിശേഷിച്ച് സുരവാളെ എത്ര നാളെ. മഹാന്മാരായ രണ്ട് സഹാബത്തെ കിറാം അദീ ബസ്ബസ് റളിയല്ലാഹു അൻഹു നേരെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയോ? രണ്ട് പെണ്ണുങ്ങളും ശക്തിയായി അടികൂടുക. രണ്ട് പെണ്ണുങ്ങൾ അടിപെട്ട് കൊത്തിപ്പിടിത്താരോ. രണ്ട് പെണ്ണുങ്ങളും അടികൂടി ഇങ്ങോട്ട് കൊത്തിപ്പിടിച്ചു. കൊത്തിപ്പിടിക്കാൻ എങ്ങനെയാണ് പിടിച്ച? എന്നിട്ടോ താലിയും മാലയും അറുത്താരോ, പിടിപെട്ട് സിന്നും കടിത്താരോ, പിച്ച ചട്ടയും കീറപ്പെടുത്താരോ. രണ്ട് പെണ്ണുങ്ങൾ അടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ല നമ്മൾ ആണുങ്ങൾ തല്ലും പോലെ പെണ്ണുങ്ങൾ തല്ലൂലല്ലോ. അപ്പൊ ഓട് തല്ലിന് ഇങ്ങനെ വരാം. അപ്പൊ ഓൾക്ക് പിന്നെ ഇതേ അറിയുള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ടുണ്ടായി അവരിങ്ങോട്ട് കൊത്തിപ്പിടിച്ചു ഒരേറ്റ വലിയ. ഈ വലി ഇങ്ങോട്ട് വലിച്ചപ്പോ താലി മാലി ഒന്നാകെ അറുത്ത് നിലത്തേക്ക് വീണ് പിടിപ്പെട്ട് സിന്നും കടിത്തറ പല്ലിങ്ങോട്ട് കടിച്ച് പിടിച്ചിട്ട് പിച്ച ചട്ടയും കീറപ്പെടുത്താരോ, കുപ്പായും കീറി. ഇതാണ് ആ വയസ്സം കീപ്പട്ടോക്കി കള്ളക്കാരൻ. പെട്ടെന്ന് ഈ പെണ്ണ് പറഞ്ഞോളെ ഈ പിന്നെ കടുക പുതപ്പോടെ കെട്ടി മറിഞ്ഞിട്ട് കരിശത്തിൽ കാശിൽ കൂടെ വിളിച്ചിട്ടോ ഈ രണ്ട് പെണ്ണുങ്ങൾ വെള്ളം കോരാൻ വേണ്ടി വന്നതാ. ഈ വെള്ളം കോരാനുമായിട്ട് വന്ന പാത്രവുമായിട്ട് രണ്ട് പെണ്ണുങ്ങൾ മടികൂടി ഇടറിപ്പിട കരീശത്തിൽ കാശിൽ നിരത്ത് വീണ് ഉരുളാൻ തുടങ്ങി. മണലിങ്ങനെ ഉരുളാൻ തുടങ്ങി. എന്നിട്ടോ ഇടറിപ്പിടന്തവള് രണ്ടുപേരും എഴുന്നേറ്റ് പിന്നും വെളുന്നിട്ടും ഇരുപേര് മുട്ട് മയങ്ങി നിന്നിട്ടോ രണ്ടുപേര് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ബീപ്പയക്ക. അവിടെ ഒരുപാട് വിശദീകരിക്കാണ്ട് ഞാൻ ഒഴിവാക്കി ഇങ്ങനെ സ്പീഡ് പോവാട്ടോ. അങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ ശക്തിയായി അടിപിടി കൂടിയിട്ട് കുറച്ച് സമാധാനത്തിന് ബീഫ് അയച്ചിട്ട് ഈ കടം അപ്പൊ സംഭവം തരങ്ങള് രണ്ട് പെണ്ണുങ്ങളെ ഒരു പെണ്ണ് മറ്റേ പെണ്ണിന് കുറച്ച് കാശ് കടം കൊടുത്തിനി. അപ്പൊ എന്ന് പോയി ചോദിക്കും, എടി എന്റെ കാശുണ്ടടി ഞാൻ നാളെ തരാം. നാളെ വീണ്ടും ചെല്ലും, എടി എന്റെ കാശുണ്ടടി ഞാൻ നാളെ തരാം. അങ്ങനെ നാളെ തരാ അങ്ങനെ കൊടുക്കാതായി അടിപെട്ട് ഭയങ്കരായി അടിപെട്ട് കൊടുക്കാതായി. അങ്ങനെ അപ്പൊ കിണറ്റിങ്ങപ്പോ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി കുറെ കപ്പ് ഒഴിവാക്കാനുള്ള ഏർപ്പാടാ. ഒന്നും കൂടി ചോദിക്കാന്നുള്ളതാണ് ഈ കിണറ്റിങ്ങനെ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കയറിയത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ബേപ്പ് അയച്ചപ്പോ ഈ പെണ്ണ് പറയാ, ഏത് പെണ്ണ്? ഈ കടം കൊടുത്ത പെണ്ണ് പറയാ, എടി അന്ന് കുറെ ഒരുപാട് കഷ്ടപ്പാട് പ്രയാസമൊക്കെ വന്ന് പറഞ്ഞപ്പോ എന്നോട് കാശ് കടം ചോദിച്ചപ്പോ ഞാൻ എനിക്ക് കടം തന്നു. ആ കടം തന്നതല്ല ഇപ്പൊ പ്രശ്നം. അന്ന് ഞാൻ കടം തരാന്നാ മതി, എന്നപ്പോ ഈ അടിപിടിന്റെ ആവശ്യമില്ലേനല്ലോ. ഇപ്പൊ എന്താണ് ഇതിന്റെ കാശ് തരാത്തത് എന്ന് പറഞ്ഞപ്പോ മറ്റേ പെണ്ണ് പറയാ, എടി ഞാൻ എന്നോട് കുറച്ച് കാശ് കടം വാങ്ങിയാണ്, അത് തന്നാ വീടും. പക്ഷെ ജിന്നെ ഈ ആക്രമിച്ചതൊക്കെ അത് എവിടുന്ന തീർക്ക? കടം തന്നാൽ വീടൂലേ? നിന്റെ രജം വീടുകിൽ വാക്ക് ശേഷിച്ച് നിൽക്കുമല്ലോ, അതുകൊണ്ട് വിശേഷിച്ച് ഞാൻ എനിക്ക് തരാളെ തന്ന ആണ്ട് വീടും. ജിന്നെ പറഞ്ഞതും എന്നെ കാട്ടിയതൊക്കെ എങ്ങനെയാണ് വീടുക? അതുകൊണ്ട് ഉരവാളെ എന്തരനാളെ പെണ്ണ് പറയാ നാളെ തരാ. പിന്നെയും പറഞ്ഞെന്താ നാളെ തരാ. അപ്പൊ ഈ പെണ്ണ് എന്ത് നാളെ എന്നാണ് ഈ പറഞ്ഞത്? കൊറേ കാലായില്ലേ നാളെ തരുമെന്നുള്ള എന്ത് ഉറപ്പാ നിനക്കുള്ളത്? അപ്പൊ ഈ പെണ്ണ് പറയാ മറ്റേ പെണ്ണ് നാളെ എന്തായാലും കാശ് തരും. എന്താ ഉറപ്പ്? അറിഞ്ഞിട്ടില്ലേ? കേളുനി മക്കീകള് മൂപ്പന്മാർ ഷാമീന്ന് കീർത്തി തിജാറത്തും ചെയ്തുണ്ട് വാരൊന്ന് ഏളും ബദർവാതിൽ എത്തും വാതിൽ വന്ന് ഏറ്റവും തൊഴമാവർക്കുണ്ടാക്കി ഞാനെന്ന് വിക്കൂമേ വെള്ളി വെക്കൂമേ. അബൂ സുഫിയാനും പാർട്ടിയും അതാ വമ്പിച്ച ലാഭവുമായി തിരിച്ചു വരുന്നുണ്ട്. അവർ നാളെ ബദറിലെത്തൂ. അപ്പൊ ഞാൻ അവർക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് സഹായിക്കോ. അപ്പൊ എനിക്ക് കൂലി കിട്ടും, കാശ് കിട്ടും. അതുകൊണ്ട് നിന്റെ കാശ് ഞാൻ തരും. ഇതിങ്ങോട്ട് കേട്ടതോടുകൂടി അദീ റളിയല്ലാഹു അൻഹു ബസ്ബസ് റളിയല്ലാഹു അൻഹു പിന്നെ അവിടെ നിന്നില്ല. എന്നാ നമ്മളാണെങ്കിൽ അവിടെ നിൽക്കും, എന്താ ഉണ്ടാകുക എന്നറിയാൻ വേണ്ടിട്ട്. ഈ രണ്ട് സഹാബത്തേക്ക് പെട്ടെന്ന് അവർ പിന്തിരിഞ്ഞ് ഓടിനല്ലോ. ഒക്കം വിഷേളം തരീതാനെ ഉടൻ തോണ്ടറുകൾ രണ്ടും രജിയായേ മുമ്പണുന്താനെ കന്നിമാറുര കേട്ടതും വിണ്ടാനേ. രണ്ട് സ്വഹാബത്ത് പെട്ടെന്ന് അവിടുന്ന് റിട്ടേൺ തിരിച്ചു പോയി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നോണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ രണ്ട് പെണ്ണുങ്ങൾ ശണ്ട കൂടുന്നത് ഞങ്ങൾ കണ്ടു. അതിൽ ഒരു പെണ്ണ് മറ്റേ പെണ്ണിനോട് പറഞ്ഞു, നാളെ അബൂ സുഫിയാൻ
സുഫിയാനും പാർട്ടിയും ബദറിലേക്ക് എത്തും. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പുറപ്പെടാ നമുക്ക് പുറപ്പെടാ എന്ന് പറഞ്ഞ് അക്കദൈ ചൊക്കറിനെ ബിയം ശ്രവിത്തിട്ട് അവിടം വീടുന്ന് മുതിർന്ന് നടപ്പെട്ട് പക്കം ദഫ്റാന തലത്തിൽ കടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തെ കിറാമും അവിടുന്ന് പുറപ്പെട്ട് ദഫ്റാൻ എന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാം. അവിടെ നിൽക്കട്ടെ അല്ലാഹുവിന്റെ റസൂല്. റസൂൽ അവിടെ നിൽക്കട്ടെ, ദഫ്റാനില മറക്കരുത്, ദഫ്റാനിലപ്പോൾ ഉള്ളത് കേട്ടോ. ഇനി അബൂ സുഫിയാനും പാർട്ടിന്റെ അവസ്ഥ ആലോചിക്കുക. അബൂ സുഫിയാനും പാർട്ടിയും അങ്ങോട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തേക്ക് വന്നത് അറിയാം. അപ്പൊ തിരിച്ചു വരുമ്പോ വമ്പം കച്ചവട ചരക്ക് അപ്പോൾ ഉള്ളത് ഡബിൾ ലാഭല്ലേ, ഡബിളിൽ അടിച്ചത്. അപ്പൊ ആ ഡബിൾ ലാഭത്തോട് കൂടി തിരിച്ചു വരുമ്പോ മുഹമ്മദും പാർട്ടിയും വഴിമധ്യേ എവിടെയെങ്കിലും ഉണ്ടോ, എന്നെ പിടിക്കാൻ വരുന്നോ എന്ന് തെരഞ്ഞുകൊണ്ടു അതാ പ്രതീക്ഷിച്ചുകൊണ്ട് അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഹൽ ഹൽ ബൽ ബൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ കച്ചവട സംഘം തിരിച്ചു വരുമ്പോൾ വഴിയ ഭയങ്കരമായി വരുമ്പതയിൽ നബിയരെയോ അരികുരയോ തരമാ ബശിയാനതിൽ അനുവിശിതം ദിശയാരിലും യുദ്ധമായി കരുതിവതി സഫറായത്തി പരതി ചോദിത്തിവിടാ കണ്ടു മദനിയരനും ഉണ്ട് പരവിവിടാ ഉരയുന്ന അബൂ സുഫിയാനും തൻ വരുവാനടികളുമായി ഉളരി സമൂപിടലനട വഴിയ ഭയങ്കരമായി വരും പാതയിൽ നബിയാരെയോ അരികോരയോ തരമാ ബശിയാനതിൽ അനുവേശിത്തും ദിശയാരിലും യുദ്ധമാ ഇരിശബുകൾ നടിനരെ തൊരിക്കൽ വരെ വിവിട ഇരിപ്പുരുണ്ട് ഞാനലമോ ഒരു പത്തവർ ചെവിട ചെവിത്ത് പിറൈ ബഷീർ ബുഖ്ത് തൊരിക്കൽ വരെ എവിടാ ഇനി പോരണ്ട് ലാലമോ ഒരു പാർത്തവർ ചെവിടാ. അബൂ സുഫിയാനും പാർട്ടി ഇങ്ങനെ തിരിച്ചു വരിക. അപ്പൊ അബൂ സുഫിയാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കാം, ഇവിടെ എവിടെങ്കിലും മദീനക്കാരെങ്കിലും വന്നിട്ടുണ്ടോ, മുഹമ്മദും പാർട്ടിയുണ്ടോ, ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടാ വരുന്നത്. മുഹമ്മദും പാർട്ടി ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ വരിക. അങ്ങനെ വരുമ്പോ അത് വഴിമക്കിൽ വെച്ച് രണ്ടാളുകൾ പറഞ്ഞു, വാദ്യ സഫറായിലെത്തി പറഞ്ഞു, അല്ല രണ്ടാളുകൾ ഇതിലെങ്ങനെ ഒട്ടകപ്പുറത്ത് പോണേ ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. അപ്പൊ മദീനക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ രണ്ടാളുകൾ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോണേ ഞങ്ങൾ കണ്ടിനി. ഉടനെ അബൂ സുഫിയാൻ ചോദിച്ചു, അത് ആരാ? അത് ലാനാലമോ, അത് ഞങ്ങൾക്ക് അറിയില്ല. ഓഹോ, അവർ എവിടെ ക്യാമ്പ് ചെയ്തെന്നറിയോ? അതും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ എന്താ ഞങ്ങൾക്ക് അറിയാ? അല്ല അല്ല രണ്ടാളുകൾ വന്നിനി, ഒരു ഈ നാട്ടുകാരല്ലെന്ന് അറിയാം. ശരി, അബൂ സുഫിയാൻ ചോദിച്ചു, ശരി അവർ എങ്ങോട്ടാ പോയത്? അവർ ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി. അപ്പൊ അബൂ സുഫിയാൻ ആ വഴിയിലൂടെ ഇങ്ങനെ പോയി നോക്കി, വല്ല സിഗ്നലും കിട്ടിയാലോ? കാരണം എന്താ, അപകടമാണ് മുഹമ്മദും പാർട്ടി ഉണ്ടെങ്കിൽ. മഹാനായ അബൂ സുഫിയാൻ ഇങ്ങനെ പോയൊക്കെ, മഹാനായ എന്ന് പറയാൻ കാരണം എന്താ, പിൽക്കാത്ത ദീനിലേക്ക് വന്ന സ്വഹാബി കേട്ടോ. അപ്പൊ അബൂ സുഫിയാൻ നിങ്ങൾ ഇങ്ങനെ പോയി നോക്കുക. അങ്ങനെ കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടുവന്ന്. ഈ ഒട്ടക കാഷ്ടം കണ്ടപ്പോ അബൂ സുഫിയാന് മനസ്സിലായി, തന്ത്രജ്ഞനാണല്ലോ, ഇതാ വന്ന ആളുകളുടെ ഒട്ടകത്തിന്റെ കാഷ്ട. ഇവർ മദീനക്കാരാണോ അല്ലേന്ന് അറിയാം, ഈ കാഷ്ടം പരിശോധിച്ചാൽ മതി. ഇപ്പോഴുണ്ടല്ലോ കാഷ്ടം മൂത്രമൊക്കെ പരിശോധിച്ചാലും എല്ലാ റിസൾട്ടും കിട്ടുമല്ലോ. ഇവർ മദീനക്കാരാണോ അല്ലേന്ന് അറിയാൻ ഈ കാഷ്ടം പരിശോധിച്ചാൽ മതി. കാരണം എന്താ, അന്ന് മദീനയിൽ കാരക്ക ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അന്ന് മദീനയിൽ കാരക്ക ഉണ്ടെന്ന് മക്കത്ത് കാരക്കില്ല. അപ്പൊ ഈ ഒട്ടകം കാരക്ക തിന്നും. കാരക്ക തിന്നാൽ അതിന്റെ കുരു അതിലുണ്ടാവും,
കാഷ്ടത്തിലുണ്ടാവും. ഇത് ആർക്കറിയാം? അബൂ സുഫിയാൻ അറിയാം. അപ്പൊ അബൂ സുഫിയാൻ ഇങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ നോക്കും, ഒരു കോലെടുത്ത് ഇങ്ങനെ നോക്കുമ്പോ ആ കിടക്കണ നീണ്ടു നിന്നിട്ട് സാധനം എന്ത് കാരക്കന്റെ കുരു കണ്ട് ഇത് കുണ്ടതോട് കൂടി അബൂ ഈ വന്നത് മദീനക്കാരൊട്ടക. അപ്പൊ ആ വന്ന ചെറുപ്പക്കാര് മദീനക്കാര് തന്നെയാ. അപ്പൊ മുഹമ്മദ് പാർട്ടി ഇവിടെ എവിടെയോ പോയല്ലോ, മുഴുവൻ സമ്പത്ത് പോയല്ലോ. ഓടി വന്നു. എന്താ ഒന്നുമില്ല, നീ ഒട്ടകപ്പുറത്ത് കേറിട്ട് നേരെ മക്കത്തേക്ക് വിട്ടോ. മക്കത്തേക്ക് നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ വന്നോളെ, ഞങ്ങള് സാവധാനം വരണ്ടേ. നീ എത്രയും പെട്ടെന്ന് എവിടെയും റെസ്റ്റ് ഇല്ലാതെ വിശ്രമില്ലാതെ നേരെ മക്കയിലേക്ക് പോവുക. മക്കയിലേക്ക് എത്തുമ്പോ അന്റെ ഒട്ടകത്തിന്റെ മൂക്ക് നീ അരിഞ്ഞെടുക്കണോ, ചെവി അരിഞ്ഞെടുക്കണോ, ആ രക്തം നിന്റെ ശരീരത്തിലും വസ്ത്രത്തിലും ഒന്നാകെ പുരട്ടണം. എന്നിട്ട് മക്കത്ത് പോയി വിളിച്ചു പറയും, മക്കാരേ, നിങ്ങളുടെ സമ്പത്ത് മുഹമ്മദും പാർട്ടിയും കൊള്ള ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബദറിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത് പറയണമെങ്കിൽ വേറെ കൂലി തരണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ 200 മിസ്കാൽ അധിക പൊന്ന് കൊടുത്തുകൊണ്ട് ആ റംലമിനെ പറഞ്ഞയച്ചു. ആ റംലം ശ്രദ്ധിച്ചോ, ആ റംലം മക്കയിലേക്ക് എത്തുന്നതിന്റെ 3 ദിവസം മുമ്പ് മക്കയിൽ രസകരമായ ഒരു സംഭവം നടക്കാം. ആതിക ബീവി റസൂലുള്ളാഹിന്റെ അമ്മായി, അബ്ബാസ് തങ്ങളുടെ പെങ്ങള്, റസൂലുള്ളാഹിന്റെ അമ്മായിയായ ആതിക ബീവി ഒരു സ്വപ്നം കാണാൻ കടന്നിറങ്ങുമ്പോ, ഒരു സ്വപ്നം കാണാണ് കടന്നിറങ്ങുമ്പോൾ, അല്ല അതിന് ഉണർച്ചയിലൊരു സ്വപ്നം കാണൂലല്ലോ. ആതിക ബീവി ഉറങ്ങുമ്പോ ഒരു സ്വപ്നം ഇങ്ങനെ കാണാ. സ്വപ്നത്തിലുള്ള ഒരു യുവാവ് ഇങ്ങനെ വരിക. ഒരു യുവാവ് ഒരു കുതിരപ്പുറത്ത് കയ്യിലൊരു നീല പതാകം പിടിച്ചുകൊണ്ട് അബ്തഹ് മൈതാനിയില്, ആ മൈതാനിയിൽ ഒറ്റ കുതിരയെ എങ്ങനെ ഈ കുതിരയെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വിളിച്ചു പറയുന്ന, മക്കാരേ, നിങ്ങളൊക്കെ കൊല്ലപ്പെടാൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് എല്ലാവരും ബദറിലേക്ക് വരീൻ. മര്യാദ കെട്ടവരെ, വഞ്ചക സമൂഹമേ, നിങ്ങൾ കൊല്ലപ്പെടാൻ വേണ്ടി പോകുന്നു, അതുകൊണ്ട് ബദറിലേക്ക് വരൂ. ഈ വിളിയാണ് സ്വപ്നം കാണേണ്ട ആതിക ബീവി. ഈ വിളിയാളം മക്കയിലുള്ള മുഴുവൻ ആളുകൾ കേട്ടു. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കൂടി നേരെ വന്ന് അബ്തഹ് മൈതാനിയിലെത്തിയപ്പോ ഈ യുവാവിന് പിന്നെ അവിടെ കുതിരനെ ഓട്ടാൻ സ്ഥലമില്ല. പെട്ടെന്ന് അയാൾ അപ്രത്യക്ഷമായി. പിന്നെ അയാളെ കണ്ടത് ഇവിടെ ഒരു കഅബ ഷരീഫിന്റെ അടുക്കലാണ്. എന്നിട്ട് വിളിച്ചവരെ, മക്കാരേ, നിങ്ങൾ കൊല്ലപ്പെടാൻ വേണ്ടി പോവുക, അതുകൊണ്ട് ബദറിലേക്ക് വരൂ. അപ്പൊ ആളുകളെ അങ്ങോട്ട് ഓടി. അപ്പൊ ഓടി സ്ഥലമില്ലാതായി. പിന്നെ ഒട്ടകക്കാരനെ കണ്ട് ജബൽ കുബൈസ് പർവ്വതത്തിന്റെ മുകളിലാണ്. കുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒട്ടകക്കാരൻ വീണ്ടും വിളിച്ചു പറയാം, മക്കാരെ, നിങ്ങളൊക്കെ കൊല്ലപ്പെടാൻ വേണ്ടി പോവുക. ഇത് പറഞ്ഞപ്പോ ആളുകാരൊക്കെ പാട് അങ്ങോട്ട് കയറാൻ നിൽക്കുക. ഇത് കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ എന്താക്കിയാരോ, ഇങ്ങോട്ട് തന്നെ വരുന്നത്. പെട്ടെന്ന് വലിയൊരു കല്ലെടുത്തു, ഒരു പാറ കല്ലെടുത്തിട്ട് നേരെ താഴ്ഭാഗത്തിലേക്ക് കണ്ട് എറിഞ്ഞപ്പോ അത് പൊട്ടിച്ചിതറി. കടുപ്പം ആ കൽ പൊട്ടി കീറി ചിഹ്നം ചിതറിയേ. കണ്ടോരോ കണ്ടം ഈ വീടുകൾക്കൊക്കെ പറ്റിയേ. കവി പറയാ, ആ കല്ലിന്റെ കഷ്ണം സകലമാന വീടുകളിലേക്കും പറ്റി. പെട്ടെന്ന് ആതിക ബീവി ഞെട്ടി ഉണർന്നു. അപകടം സംഭവിക്കാൻ പോകുന്നു. ഉടനെ തന്നെ ആങ്ങളയുടെ അടുക്കിലേക്ക്, അബ്ബാസ് തങ്ങളുടെ അടുക്കിലേക്ക് ആളെ പറഞ്ഞയച്ചു, ദൂതനെ പറഞ്ഞയച്ചു. രാവിലെ തന്നെ അബ്ബാസ് തങ്ങളെത്തി. ചോദിച്ചു, ആതിക, എന്താടി രാവിലെ തന്നെ പെട്ടെന്ന് ആളെ പറഞ്ഞയച്ചത്, എന്ത് പറ്റി? അബ്ബാസേ, ആ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ഉണ്ടായതൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞപ്പോ അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ആതിക, ഈ കണ്ട സ്വപ്നം നീ ആരോടും പറയണ്ട. കാരണം എന്താ? ഇത് അപകട, ഇത് മക്കാ ഖുറൈശികൾക്ക് വരുന്ന ബലാൽ. ഇതാണ് ബലാല്. ഇവരൊക്കെ കൊല്ലപ്പെടാൻ വേണ്ടി പോവുക തന്നെയാണ്. 3 സ്ഥലത്ത് വെച്ചല്ലേ കണ്ടത്, അതുകൊണ്ട് 3 ദിവസം കൊണ്ട് ഇവരൊക്കെ കൊല്ലപ്പെടും. അതുകൊണ്ട് നീ ആതിക, നീ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. കേട്ടത് മുഴുവൻ എല്ലാരോടും പറയുന്ന സ്വഭാവം. അത് ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അബ്ബാസ് തങ്ങൾ പറയാ, ആതിക, അതുകൊണ്ട് ആരോട് പറയരുത്, നീ പെണ്ണാ, ആരോട് പറയരുത്. ആതിക ബീവി സത്യം പറയാ, ആരോടും പറഞ്ഞില്ല. ആതിക ബീവി പറഞ്ഞില്ല.
എന്നാൽ അബ്ബാസ് തങ്ങൾ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് ഇങ്ങനെ പോവാ. അങ്ങനെ പോകുമ്പോൾ അബ്ബാസ് തങ്ങൾ ഒറ്റ സുഹൃത്തായ വലീദ് ഇങ്ങനെ വരുന്നുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ചങ്ങായിയാ, വലിയ സുഹൃത്താ. ഈ വലീദ് ഇങ്ങനെ വരുന്ന സമയത്ത് അബ്ബാസ് തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഇത് വലിയ മുസീബത്ത് തന്നെയാണ്. ഈ മക്കാരൊക്കെ കൊല്ലപ്പെടാൻ വേണ്ടി പോവാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അബ്ബാസ് തങ്ങൾ അന്ന് ഉള്ളോണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ഇവർ ഒരുപാട് പ്രയാസങ്ങൾ പ്രവാചകനെ വരുത്തിയിട്ടുണ്ട്. അതിനൊക്കെ തക്ക മറുപടി കിട്ടാൻ വേണ്ടി പോവാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ മുന്നിലൂടെ വലീദ് വരുന്നത് അബ്ബാസ് തങ്ങൾ കണ്ടില്ലാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, വേറെ ചിന്തയിൽ ഇങ്ങനെ പോകുമ്പോ വലീദ് അടുത്തേക്ക് എത്തിയപ്പോൾ അബ്ബാസ് തങ്ങൾ ഇങ്ങനെ പോവാ. അപ്പൊ വലീദ് ഇങ്ങനെ നോക്കാം, കാക്ക കള്ളം കൊടുത്ത് നോക്കണാതിരി കാരണം അയാത് പോക്കാൻ പോണത് പെട്ടെന്ന് വിളിച്ചാ വലീദല്ലേ. എന്താ എന്താടോ എന്താടോ എന്താണ് എന്താണ് എന്താടോ എന്താടാ എന്താടാ ഇതിനെ കണ്ടിട്ട് മുണ്ടാതെ പോണത്? അല്ലല്ല ഞാൻ എന്നെ കണ്ടിട്ടില്ലേ. എന്തുകൊണ്ട് കണ്ടില്ല? അതെന്റെ ചോദ്യം. എന്തിനെ കാണാനേ? അത് ഞാൻ വേറെ ചിന്ത. എന്താണ് ചിന്ത? ഇന്നെ കാണാൻ മാത്രമുള്ള ചിന്ത എന്താന്ന് എന്തായാലും വലീദ് വിടൂല. അപ്പൊ അബ്ബാസ് തങ്ങൾ ചോദിക്കാം, എന്നാ ആരോടെങ്കിലും പറയോ? അപ്പൊ അബ്ബാസ് വലീദിന് മനസ്സിലായി, അപ്പൊ എന്തോ സംഗതി ഉണ്ടല്ലോ. പിന്നെ ഇത് പറഞ്ഞ കാര്യം ഇങ്ങനെ എല്ലാരോടും പറഞ്ഞെടുക്കുന്ന സ്വഭാവമല്ല എനിക്കുള്ളത്. ഞാൻ ആരോട് പറയില്ല, സത്യം ചെയ്യണം എന്ന് പറഞ്ഞു. ലാത്തയാണ്, ഉസ്സയാണ്, ഹുബുലുല്ലാഹിലെ തന്നെയാണ് അസത്യം. അസത്യം ഞാൻ ആരോടും പറയില്ല. ഉടനെ കണ്ടേ കിനാവിന്റെ വാർത്ത കുല്ലും അറിയിച്ച് ആത്തിഖ ബീവി കണ്ട സ്വപ്നം മുഴുവൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആരാ പറഞ്ഞത്? പെണ്ണുങ്ങളുടെ ആത്തിഖ ബീവിനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ആരാ പറഞ്ഞത്? അബ്ബാസ് തങ്ങൾ തന്നെ പറഞ്ഞു. അതേ പറഞ്ഞു, കണ്ടത് കേട്ടൊക്കെ പറഞ്ഞ സ്വഭാവം പെണ്ണുങ്ങൾക്കല്ല ആണുങ്ങൾക്ക. നിങ്ങളല്ലട്ടെ ഞാൻ പറഞ്ഞത്. അതൊന്നും ഇങ്ങോട്ട് കണക്കൂട്ടരുത്. ഇതൊന്നും പെടല്ല, ഞാൻ പോണോടത്തോളം പെടല്ല. പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടാരും കുഴപ്പമില്ല. ഏതെങ്കിലും ആവട്ടെ, മഹാനായ അബ്ബാസ് തങ്ങള് ഇത് ഈ വലീദിനോട് കാര്യങ്ങൾ പറഞ്ഞു. വലീദ് ഇങ്ങോട്ട് കേട്ടപ്പോ ഒരൊറ്റ ഓട്ടാ വീട്ടിക്ക് നേരെ ഓട്. കാരണം എന്താ പറയുക, സത്യമാണ്. ആത്തിഖ ബീവി സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ സത്യമാണെന്ന് വലീദിനറിയാം. വലീദ് നേരെ ഓടി വാപ്പാന്റെ പേരെന്താ അറിയാം? പിതാവിന്റെ പേര് ഉത്തുബത്ത. അപ്പൊ ഉത്തുബത്തിന്റെ ഇങ്ങനെ കസാലയിൽ ചാരി കസാലയിൽ കൈ കൊയ്ത്ത് കഴിഞ്ഞ കണ്ടിട്ട് തവള ഇരിക്കും പോലെ ഇങ്ങനെ കസാല ഇരുന്നിട്ട് വാപ്പേ എന്താടാ കാരണം വെച്ചു? ഒന്നുമില്ല, നാട്ടിക്ക് പോകാനായിട്ട് എന്റെ വിസ വന്നിട്ടുണ്ട്. ആത്തിക്ക് ഒരു സ്വപ്നം കണ്ടിട്ടല്ലോ അമ്മക്ക് കൊല്ലപ്പെടാൻ വേണ്ടി പോലെ. നേരാണോ? ആ നേരം തന്നെയാണ് കാരണം. ഉടനെ അവിടുന്ന് ഇറങ്ങി ഓടി ഉത്തുബത്ത് നേരെ ഉയൈനോട് പറഞ്ഞു, ഉയൈന ഈ അറിഞ്ഞിക്കണാ അമ്മക്ക് വിസ വന്നിട്ടുണ്ടല്ലോ, കൊല്ലപ്പെടാൻ വേണ്ടി പോവാണല്ലോ, ആത്തിക്ക് സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ. ഉയൈൻ അവിടുന്ന് ഇറങ്ങി ഓടി അവന്റെ സ്നേഹിതനായ റബിയത്തിനോട് പറഞ്ഞു, റബിയ അറിഞ്ഞോ, മുഹമ്മദിന്റെ അമ്മായി ഒരു സ്വപ്നം കണ്ട് നമ്മളൊക്കെ കൊല്ലപ്പെടാൻ വേണ്ടി പോവാ. ഈ റബിയ നേരെ പോയിട്ട് എവിടുക്കാ കൊടുത്തതറിയോ? അബൂജഹലിന്റെ അടുത്ത്. ലാസ്റ്റ് കൊണ്ട് ചെന്ന് അബൂജഹലിന്റെ അടുത്തേക്ക. അബൂജഹലിലേക്ക് ആരെ എടുത്തിട്ടുണ്ട്? അബൂജഹൽ ചിരിക്കാൻ തുടങ്ങി. ആരേടാ അങ്ങോട്ട് ഈ അടി വിട്ടിട്ടത്? ഏതാണ് ഇവിടെ ലഭിച്ചു ഇതുവരെ നബിയുള്ളേ മുഹമ്മദ്. അവൻ നമ്മളെ ആട്ടികളോ മദീനയിലേക്ക്. ഇപ്പൊ ഏതാണ് ഇവിടെ ലഭിച്ചു വന്നത്? ഇങ്ങോട്ട് പേടിച്ച് ഭീരുക്കൾ ഒരൊറ്റ ആട്ടലാന്ന് മാത്രല്ല, അവൻ തരിവകമെത്തോനവന് ചണ്ട് അബുജഹലോടി കാതാവിണ്ട് തെരിക അവൻ താൻ എളുന്താനെ ഖുറൈശികൾ നദിൽ പരസ്യമായി തറിന്താനേ. അബൂജഹലിന്റെ കയ്യിൽ ഈ സാധനങ്ങൾ കിട്ടിയതോടുകൂടി അങ്ങോട്ട് ഭക്ഷണത്തരത്തിലാക്കി എല്ലാരും അറിഞ്ഞ് പരസ്യ. അങ്ങനെ ഉണ്ടാവും ചില ആളുകളെ കയ്യിൽ ചില സാധനം കിട്ടിയാൽ അത് പിന്നെ അറിയാത്തവരും ആരും ഉണ്ടാവില്ല. ഞങ്ങളുടെ നാട്ടില് പട്ടരി പഴയ കാലത്ത് കല്യാണത്തിന് പോയ കഥ പറയാറ്. ഈ പട്ടരി എന്ന് പറഞ്ഞ ആൾക്കാർ അറിയില്ല, പട്ടരി അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ പട്ടരി ഉണ്ടായിരുന്നു. അയാൾ വലിയ പിഷ്കനാ, ആർക്കൊന്നും കൊടുക്കില്ല. മൻസൂറിന്റെ മാതിരിയാ? അല്ലല്ല, മൻസൂറിന്റെ അല്ല, റാഷിദിന്റെ. അപ്പൊ ഈ പട്ടരി കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങുമ്പോ കല്യാണ കുറി കിട്ടി കുടുംബസമേതം വരണമെന്നാ. അപ്പൊ പട്ടരിക്ക് കുടുംബസമേതല്ലേ, കാരണം കല്യാണം കഴിച്ചില്ല, കാരണം ബാധ്യതയാണല്ലോ. അപ്പൊ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ പട്ടരി. അപ്പൊ പട്ടരി ഇങ്ങനെ ആലോചിച്ച് കുടുംബസമേതം പോയാലേ ചോറ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അങ്ങനെ ആലോചിച്ചപ്പോൾ അയലക്കത്തൊരു പാവപ്പെട്ട പട്ടരാ. പട്ടരോട് പറഞ്ഞു, എടാ അമ്മക്ക് വരുന്ന ചൊവ്വാഴ്ച കല്യാണം ഉണ്ട്, ഈ പോരുന്ന ചോദിച്ചു. അപ്പൊ പട്ടര് പറഞ്ഞു, കല്യാണമൊക്കെ എനിക്ക് ഇഷ്ടാ, ചോറൊക്കെ കിട്ടും, പക്ഷെ എനിക്ക് ഉടുക്കാൻ തുണിയില്ല. തുണിയില്ലെങ്കിൽ ഞാൻ തരാറ്.
അങ്ങനെ ചൊവ്വാഴ്ച നേരത്തെ വാറിന്. അങ്ങനെ ചൊവ്വാഴ്ച നേരത്തെ വന്ന് പട്ടര് തുണിയൊക്കെ കൊടുത്ത് വലിയ പട്ടര് മുമ്പിലും ചെറിയ പട്ടര് ബേക്കിലും ഇങ്ങനെ പോവുക. അങ്ങനെ പോവുകയാണെങ്കിൽ പട്ടര് ഇടക്കിടക്ക് ബേക്കോട്ട് ഇങ്ങനെ നോക്കണ്ട് തുണി കേടുണ്ടോ. തുണി മൂപ്പരുതാണല്ലോ. അപ്പൊ തുണിമ ഇവിടെ തുണി എന്ന് പറയില്ല, അതോ മുണ്ട് എന്നാ പറയാ, തുണി അപ്പൊ ഈ തുണിമക്ക് ഇങ്ങനെ നോക്കണ്ട്. ഏതായാലും കുറച്ചിങ്ങനെ മുന്നോട്ടെത്തിയപ്പോ ഒരാളിങ്ങനെ വരുന്നുണ്ട്. ആ പട്ടരെ ഗുഡ് മോർണിംഗ്, എങ്ങട്ടാ പോണു വെച്ച്. ഞാനൊരു കല്യാണത്തിന് പോവാണ്. ഇതാരാ വെച്ച്. അത് നമ്മളെ അയലക്കാരനാണ്, തുണി ഇന്റേതാണ്. അല്ല തുണി ഇന്റേതാണ്, തുണി ഇന്റേതാണ്, ഓനെടുക്കാൻ തുണിയില്ല. അപ്പൊ ഞാൻ കൊടുത്ത വായ്പ കൊടുത്തതാണ്, തുണി ഇന്റേതാണ്. അപ്പൊ ചെറിയ പട്ടര് പറഞ്ഞു നിങ്ങൾ തുണി നിങ്ങളതാന്ന് പറയുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് വരുന്നില്ല. പറ്റിപ്പോയതാ മോനെ, അങ്ങനെ പറയില്ല. പറ്റി പറഞ്ഞ് വീണ്ടും കൊണ്ടുപോവുക. കൊറേ അങ്ങോട്ട് വേറെ ആളെ കണ്ടു. ആള് ചോദിച്ചാ പട്ടരേ എവിടേക്കാണ്, എന്തൊക്കെയാണ് കുറെ കാലം കണ്ടിട്ട് എവിടേക്കാ പോണേ. ഞാനിങ്ങനെ കല്യാണത്തിന് പോവാണ്. ഇതാരാണ് നമ്മളെ അയലക്കാരനാ, തുണി ഓൻ്റെ തന്നെയാണ്. അല്ല തുണി ഓൻ്റെ തന്നെയാണ്, തുണി ഓൻ്റെതാണ്. തുണിയായിട്ട് ഇപ്പൊ എന്താ ഓൻ, അല്ല തുണി അത് 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 ഇന്റെ തുണിയാ, സംഗതി ഓന് എടുക്കാൻ തുണിയാണ്ട് ഞാൻ തുണി ഓന് കൊടുത്തത്, വായ്പ കൊടുത്തതാണ്. അയാള് പറഞ്ഞു. അപ്പൊ ചെറിയ പട്ടു പറഞ്ഞു ഇത് ശരിയാവൂല, കച്ചവടം വേണ്ട, വേണമെങ്കിൽ തുണി എപ്പോഴും കഴിച്ചിരുന്നാലും വേണ്ടല്ല, ഞാൻ തിരിച്ചു പോവാണ് കാരണം. അപ്പൊ പറ്റിപ്പോയതാണ്, ഇനി അങ്ങനെ പറയില്ല, ഇനി ഉണ്ടാവില്ല. വീണ്ടും കൊണ്ടുപോവുക. വീണ്ടും കൊണ്ടുപോയി കുറെ എത്തിയപ്പോ വേറെ ആളിങ്ങനെ വരുന്നുണ്ട്. ആ പട്ടരേ എന്തൊക്കെ വിശേഷം. ആ സുഖാമനെ, എവിടുക്കാൻ പോണേച്ച്. ഞാൻ കല്യാണത്തിന് പോവാണ്. ഇതാരാ. അത് നമ്മളെ അയലക്കാരനാണ്, ഓന്റെ കാര്യം വല്ലാതെ ചോദിക്കണ്ട. അല്ല ഓന്റെ കാര്യം ചോദിക്കണ്ട, അല്ല ഓന്റെ കാര്യം ചോദിക്കണ്ട, ഓന്റെ തുണിന്റെ കാര്യം തീരെ ചോദിക്കണ്ട. അല്ല തുണിന്റെ കാര്യം, അത് തുണിന്റെ കാര്യം ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കണ്ട. എന്താ തുണിന്റെ അല്ല തുണി 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 അത് ഇന്റെ തുണി, അവൻ എടുക്കാൻ തുണിയില്ലാനിട്ട്. പക്ഷെ അത് ഇന്റേതാന്ന് പറഞ്ഞ ഓന് ഇഷ്ടമില്ല, ഓൻ്റെതാന്ന് പറഞ്ഞ ഇഷ്ടമില്ല, അതുകൊണ്ട് തുണിന്റെ കാര്യം ചോദിക്കണ്ട എന്ന് പറഞ്ഞ രൂപത്തിൽ ചുരുക്കി പറയാ. കല്യാണ പേരേക്ക് എത്തിയപ്പോ നാട് മുഴുവൻ അറിഞ്ഞ തുണി യാതാണ് എന്ന് പറഞ്ഞ മാതിരി അബൂജാലിന്റെ കയ്യിൽ ഈ കാര്യം കിട്ടിയപ്പോ അത് മക്ക നാടൊന്നായിട്ട് അറിഞ്ഞ് ഒരു നബിച്ചു വന്നുകൊണ്ടോ ഇതിങ്ങോട്ട് കളിയാക്കാൻ തുടങ്ങി. ഈ രൂപത്തില് അങ്ങനെ നീങ്ങുമ്പോ പിറ്റേ ദിവസം രാവിലെ, പിറ്റേന്നിട്ടോ ഒരു ദിവസം കഴിഞ്ഞ് 3 ദിവസമാണ് ഇവർ പറഞ്ഞത്, 3 ദിവസം കൊണ്ട് ഈ സംഭവം പുലരും. പിറ്റേ ദിവസം രാവിലെ അബ്ബാസ് തങ്ങള് തവാഫ് ചെയ്യാൻ വേണ്ടി കഅബയിലേക്ക് വരിക. അപ്പൊ കഅബത്തിൽ ആരുണ്ട്? അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്. ഒരു തലേ ദിവസത്തെ സ്വപ്നം കണ്ടിട്ട് ആത്തിക്കാബിനൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കിട്ട് ചിരിക്കാടാ നബിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്ക. അപ്പോൾ അബ്ബാസ് തങ്ങൾ വരുന്നത് ഉത്ബത്ത് ഷൈബത്ത് പറഞ്ഞ് അബ്ലക്കമേ അബ്ബാസിന്റെ വരുന്ന ഇനിയും ഉണ്ടാകുന്ന പറഞ്ഞു. അബ്ബാസ് എന്താ അബ്ബാസ്, നിങ്ങൾക്ക് അബ്ബാസിനെ പേടിയാ? ഞാൻ പറഞ്ഞു അപ്പൊ ഉത്ബത്ത് ചോദിച്ചാൽ എനിക്ക് എന്തിന്റെ കേടാ? അബ്ബാസ് വന്നിട്ടുണ്ടെങ്കിൽ തല ഊരി കൂലികൾ കളിച്ചാളും, സിലിണ്ടർ കുറ്റി ഉണ്ടാവില്ല. പിന്നെ അത് ഇങ്ങോട്ട് വാ അബ്ബാസ്. അപ്പൊ അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഞാൻ തവാഫ് ചെയ്യാൻ വേണ്ടി, അല്ല തവാഫ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. അബ്ബാസ് തങ്ങൾ തവാഫൊക്കെ കഴിഞ്ഞ് നേരെ വന്നു. അബൂജഹൽ പറഞ്ഞു ഇരിക്കൊരു കാര്യം പറയാണ്ട്. അബൂജഹൽ എടുത്തിട്ട് ചോദിക്ക, അല്ല അബ്ബാസേ എന്തോ ഒരു പേരും പ്രശസ്തിയായിരുന്നു ഈ ഹാഷിം കുടുംബത്തിന്. എന്താടാ ഞങ്ങളുടെ കുടുംബത്തിന് പേരും പ്രശസ്തി ഇല്ലേ? അല്ല പണ്ട്, പക്ഷെ ആ ഉള്ള പേരും പ്രശസ്തിയൊക്കെ നഷ്ടപ്പെടുത്തി ഞങ്ങൾ എന്തേ കാട്ടിയത്? നിങ്ങളെ കുടുംബത്തിൽ തന്റെ സഹോദരപുത്രൻ പ്രവാചകനാണെന്ന് പറഞ്ഞു വന്നില്ലേ? നാളിതുവരെ ഞങ്ങൾ വാപ്പാന്മാരും കാരണവന്മാരൊക്കെ ആരാധിച്ചു പോകുന്ന ലാത്ത, ഉസ്സ, ഹുബൽ, ലൈല, മനാത്ത പോലെയുള്ള ദൈവങ്ങളെ മുഴുവൻ തള്ളി പറഞ്ഞില്ലേ? മുഹമ്മദ് അവൻ ദൈവദൂതനാണെന്ന് പറഞ്ഞില്ലേ? അവൻ പ്രവാചകനാണെന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ എന്തുണ്ടായത്? ഞങ്ങൾ ആട്ടിയടോ മുഹമ്മദിനെ ആട്ടി ഞങ്ങള്. നിങ്ങൾക്ക് ഇതിലും വലിയ വഷള തെരഞ്ഞു വരാണ്ടോ? നിങ്ങളെ കുടുംബത്തിന്റെ ഒരാൾ ഞങ്ങളെ ആട്ടി പുറത്താക്കി മദീനയിലേക്ക്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ഏതാടോ നബിച്ചു വന്നത്? ഇതിങ്ങോട്ട് കേട്ടപ്പോ അബ്ബാസ് തങ്ങൾക്ക് ദേഷ്യം പിടിച്ച് അബ്ബാസ് തങ്ങൾ ചാടിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞല്ല അബ്ബാസ്, ദേഷ്യം പിടിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞങ്ങൾ കേട്ടല്ലോ ആദ്യക്കൊരു സ്വപ്നം കണ്ടു. അതെടോ എന്റെ പെങ്ങൾ ആദ്യക്കൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നം ഇവിടെ പുലരാൻ വേണ്ടി പോവാ. അത് കേട്ട് 3 ദിവസം കൊണ്ട് പുലരുന്നു. ഈ വ്യാഖ്യാനം പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അതെടോ 3 ദിവസം കൊണ്ട് പുലരും. അബൂജഹൽ പറഞ്ഞു ശരി, ഞങ്ങൾ ആ 3 ദിവസം കാത്തു നിൽക്കാം. ഈ 3 ദിവസം കണ്ടെങ്ങാനും ആ സ്വപ്നം പുലർന്നില്ല എങ്കിൽ എടോ നാട്ടിലേക്ക് മുഴുവൻ ഞങ്ങൾ കത്തെഴുതും. ഹാഷിം കുടുംബം കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, കളവ് പറയുന്നവർ പ്രചരിപ്പിക്കുന്നവരാണ്. ഞങ്ങൾ നോട്ടീസ് അടിക്കണോ, ബാൾബോസ് അടിക്കോ, ഫ്ലക്സ് തൂക്കും, ഹാഷിം കുടുംബത്തെ പറ്റി ഞങ്ങൾ മോശമായി ചിത്രീകരിക്കും എന്നൊക്കെ ഇങ്ങനെ ലണ്ടൻ അടിച്ചപ്പോ അബ്ബാസ് തങ്ങൾ ചോദിച്ചു 3 ദിവസം കൊണ്ട് നടന്നാലോചിച്ചു. നടന്നില്ലെങ്കിൽ ഇങ്ങനെ ഫ്ലക്സ് തൂക്കുക,
നടന്നാൽ 3 ദിവസം കണ്ടെങ്ങാനും ആർത്തിക കണ്ട സ്വപ്നം പുലർന്നാൽ ഹാഷിം കുടുംബത്തിലെ ഏത് ചെറിയ കുട്ടി വരെ പറഞ്ഞാലും ഞാൻ അനുസരിക്കും, താഴ്മയോടെ അടിമയായി ജീവിക്കും ഹാഷിം കുടുംബത്തിന്റെ. അപ്പൊ അബ്ബാസ് തങ്ങൾ ചോദിച്ചു, ഇജ്ജാ പറഞ്ഞു കഴിഞ്ഞ് വാക്ക് മാറുമോ? ഇപ്പൊ പറഞ്ഞിട്ടല്ലോ ഹാഷിം കുടുംബത്തിന് കീഴിൽ വാക്ക് മാറുമോ? അബൂജഹൽ ഞാൻ വാക്ക് മാറൂല. ഉറപ്പാണ് ചോദിച്ചു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും സാക്ഷി, ഇത്തലം ഹാദിറുൻ, ഇവരെല്ലാവരും സാക്ഷിയാ, ഞാൻ വാക്ക് മാറൂല. ചില ആളുകൾ അങ്ങനെ വാക്ക് മാറൂല. എന്റെ പെണ്ണുങ്ങളും വാക്ക് മാറൂല. എന്റെ പെണ്ണുങ്ങളെ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ചോദിച്ചു വയസ്സ് എത്ര? 20 വയസ്സ്. 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വയസ്സ് എത്ര? 20 വയസ്സ്. അപ്പൊ ആ പെണ്ണുകൊണ്ട് 5 കൊല്ലം മുമ്പ് 20 വയസ്സാണ്, ഇപ്പോഴും 20 വയസ്സ് തന്നെ. ഞങ്ങളെ മാതിരിയല്ല, പറഞ്ഞ വാക്കിന് സ്ഥിരത ഉള്ള ആളെ വാക്ക് മാറൂല. അങ്ങനെ ചില ആൾക്കാരുണ്ട് വാക്ക് മാറാത്ത ആൾക്കാർ. ആ വാക്കല്ല ഈ വാക്ക്. അബ്ബാസ് തങ്ങൾ ചോദിച്ചു, ഈ പറഞ്ഞ വാക്ക് മാറൂ? ഇല്ല, ഹാഷിം കുടുംബത്തിലെ ആര് എന്ത് പറഞ്ഞാലും അത് ഞാൻ അംഗീകരിക്കൂ. ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും സാക്ഷി, ഇനി ഞാൻ വാക്ക് മാറൂല. ശരി, അന്നും പിരിഞ്ഞു. പക്ഷേ ശ്രദ്ധിച്ചോ, ഇവിടെ രസകരമായ സംഭവം. ഈ സംഭവം എങ്ങനെയോ ഹാഷിം കുടുംബത്തിലെ പെണ്ണുങ്ങൾ അറിഞ്ഞു, ആത്തിക ബീവിയൊക്കെ അറിഞ്ഞു. അബൂജാഹിൽ പരസ്യമായിട്ട് ഹാഷിം കുടുംബത്തിലെ പെണ്ണുങ്ങളെ പറ്റി ചീത്ത പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അബ്ബാസ് തങ്ങൾ അബൂജാഹിലിനെ ഒന്നും കൊടുക്കാതെ തിരിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് വരട്ടെ അബ്ബാസ്, ഹാഷിം കുടുംബത്തിലെ പെണ്ണുങ്ങളൊക്കെ പാട് അബ്ബാസ് തങ്ങളെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ആത്തിക ബീവി മുമ്പിലാ. അബ്ബാസ് തങ്ങളുടെ ഭാര്യ ഉമ്മുൽ ഫضലിനോട് പറഞ്ഞു, അബ്ബാസ് വന്ന ഡോറ് തുറന്നു കൊടുക്കരുത്, ഇന്ന് ഭക്ഷണം കൊടുക്കണ്ട, വെള്ളം കൊടുക്കണം, അങ്ങോട്ട് വരട്ടോ. ഹാഷിം കുടുംബത്തിലെ പെണ്ണുങ്ങളെ പറ്റി ചീത്ത പറഞ്ഞിട്ട് അവന്റെ തല അങ്ങോട്ട് കൊണ്ടുവരണ്ടേ, അത് മുണ്ടരുത്. നാത്തൂനല്ലേ, ഉമ്മുൽ ഫضൽ മുണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അബ്ബാസ് തങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വന്ന് വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് ഡോറിനെ മുട്ടിയിട്ട് ഉമ്മ ഈ മുഫضലേ മുണ്ടാട്ടില്ല, ഒരു അഡ്രസ്സും ഇല്ല, മാത്രമല്ല ഉണ്ടെന്നിങ്ങനെ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അബ്ബാസ് തങ്ങൾക്ക് മനസ്സിലായി എന്തോ സംഭവം ഉണ്ടിട്ടുണ്ട്, എന്തോ ഉണ്ട് എന്ന് അബ്ബാസ് തങ്ങൾക്ക് മനസ്സിലായി. അബ്ബാസ് തങ്ങൾ ഒന്നും കൂടി സ്നേഹത്തെ വിളിച്ചു, ഉമ്മുൽ ഫضലേ, അപ്പോൾ യാതൊരു അഡ്രസ്സും ഇല്ല. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരല്ലേ. അബ്ബാസ് തങ്ങൾക്ക് ദേഷ്യം പിടിച്ച അബ്ബാസ് കേട്ടപ്പോ അപ്പൊ ഉമ്മുൽ ഫضൽ പുള്ളിയൊക്കെ അബ്ബാസ് പറഞ്ഞു, വോൾട്ടേജ് കൂട്ടിയിട്ടാ വരുന്നത്, പ്രശ്നം എന്തുകൊണ്ട് നല്ല വോൾട്ടേജ്. അബ്ബാസ് തങ്ങള് ആത്തിക ബീവി ഡോറ് പോയിട്ട് അത് തുറന്നു കൊടുത്ത് ഉമ്മുൽ ഫضൽ ഡോറ് തുറന്നപ്പോ അബ്ബാസ് തങ്ങൾ ഉള്ളിൽ കണ്ട് കടന്നതോടുകൂടി അവന്റെ തലയെടുക്കാതെ പോകുന്ന അബ്ബാസ് തങ്ങൾ ആട്ടാൻ തുടങ്ങി. പെണ്ണുങ്ങൾ പറയാ, അബ്ബാസേ അന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഹാഷിം കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ജീവിച്ചിരുന്ന മനുഷ്യന്, അബൂ താലിബ് റളിയല്ലാഹു അൻഹു. അബൂ താലിബ് പക്ഷേ മരണപ്പെട്ടു പോയി. പിന്നെ മഹാനായിരിക്കുന്ന അലിയ തങ്ങൾ ഉണ്ടായിരുന്നു, ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവരൊക്കെ പോയില്ലേ, മദീനയിലേക്ക് പോയില്ലേ. ഇനി ഞങ്ങളെ നോക്കാനുള്ളത് ആരാ അബ്ബാസേ? ഇല്ലേ ഇവിടെ ഉള്ളൂ. അലി മതിയായിരുന്നു, ചെറിയൊരു കുട്ടിയാ. പക്ഷെ ഹാഷിം കുടുംബത്തിലെ പെണ്ണുങ്ങളെ പറ്റി ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അവന്റെ തലയെടുത്തുകൊണ്ട് വരാൻ അലി എന്ന കുട്ടി മാത്രം മതിയായിരുന്നു. അവരൊക്കെ മദീനയിൽ പോയി. ഇനി ഞങ്ങൾക്ക് ആകെ തന്നുള്ളത് അബ്ബാസ് നീ ഒരൊറ്റ ആളാ, ഞങ്ങളെ നോക്കേണ്ട ആൾ അബ്ബാസ് അല്ലേ. അതുകൊണ്ട് പോയിട്ട് അബൂജഹലിന്റെ തല കൊണ്ട് എടുത്തുകൊണ്ട് വാ. അബ്ബാസ് തങ്ങൾ ചോദിച്ചു, നാളെ രാവിലെ പോയാ പോരാ? ഇപ്പൊ തന്നെ പോണം, ഇപ്പൊ പോണ്ട, സുബൈക്ക് പോ. നാളെ നേരെ വെളുക്കുന്നതിന് മുമ്പായിട്ട് അബൂജഹലിന്റെ തലപ്പട കൊണ്ടു നിൽക്കണം പറഞ്ഞു. ആ ഏറ്റ് മതി ഇനി നിർത്തിക്കാളി കാരണ്ട കൊണ്ടുവന്നേരം, തല കൊണ്ടുവന്നേരാ. അബ്ബാസ് തങ്ങൾ പിറ്റേന്ന് പ്രഭാതത്തിൽ നേരെ പോവുക, ഊരി പിടിച്ച വള്ളുമായിട്ട് എന്റെ സഹോദരിമാരെ പറ്റി ചീത്ത പറഞ്ഞ അവന്റെ തല അത് എടുക്കാൻ വേണ്ടി അബ്ബാസ് തങ്ങൾ ഇങ്ങനെ പോവുക. നേരെ കഅബയിലേക്ക് എത്തിയപ്പോ അവിടെ ആരുണ്ട്? അപ്പോഴുണ്ട് ഈ ചെങ്ങായിമാര് അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് അവിടെ ഇങ്ങനെ നിൽക്കുക. അബ്ബാസിനെ കണ്ടു, അബ്ബാസേ അങ്ങോട്ട് വാ. എടോ 3-ാമത്തെ ദിവസം പുലർന്നടോ, എവിടെയാടോ നിന്റെ ആദ്യം കണ്ട സ്വപ്നം? ഞങ്ങളൊക്കെ ജീവനോട് നിൽക്കുന്നു. എടാ നിങ്ങൾ ഹാഷിം കുടുംബക്കാർ കള്ളന്മാരാ, കളവ് പ്രചരിപ്പിക്കുന്നു, ഞങ്ങൾ നോട്ടീസ് അടിക്കണോ, ഞങ്ങൾ വാൾപോഷ് അടിക്കണോ. ഇതൊക്കെ പറഞ്ഞപ്പോ തലേ ദിവസം രാത്രി പെണ്ണുങ്ങൾ പറഞ്ഞത് ഓർമ്മയായി അബ്ബാസ് തങ്ങൾക്ക്. നേരെ വാളും കണ്ട് ഊരിട്ട് പറഞ്ഞങ്ങോട്ട്
അങ്ങോട്ട് വരുന്ന രംഗം കണ്ടപ്പോ ഉത്തുബത്തും ഷൈബത്തൊക്കെ മനസ്സിലാക്കി ആ വരവ് ഒരു കോണുള്ള വരവല്ല. ഉടനെ പറഞ്ഞു, അബ്ബാസേ മയ്യത്തെ മാണെങ്കിൽ ഓടിക്കോ, അബ്ബാസ് വരുന്ന ലെവല് ശരിയല്ല, എന്റെ മൂന്നും കുറ്റി ഈന്തും കുറ്റി ഔപ്പുന്നു. അപ്പോൾ അബൂജാഹിൽ നോക്കുമ്പോണ്ട് അബ്ബാസ് ഊരിപ്പിടിച്ച് വാളുമായിട്ടാ വരുന്നത്. പെട്ടെന്ന് അബൂജാഹിലും കണ്ട് എഴുന്നേറ്റ് ആ ഹറമിന്റെ വാതിലിന്റെ പോകത്ത് ഒരൊറ്റ ചാട്ട പുറത്തേക്ക് വാതിലൂടെ പുറം ചാടി അബൂജാലി ഓടുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടിട്ട് നോക്കി ഇങ്ങനെ ചിരിച്ചു. ഈ ആദി പേടിത്തൊണ്ട. അറബികൾക്ക് പഴയ കാലത്തുള്ളൊരു സ്വഭാവ, പേടിച്ചോടുന്നവന്റെ പിന്നാലെ ഓടൂല. അങ്ങനെ ഓടില്ല, പഴയ കാലത്തേയുള്ള സ്വഭാവ. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് ഉംറക്കൊക്കെ പോയ ആളുകള് അവിടെ നിങ്ങൾ പറയും, ഞാൻ ഇന്ന പോലീസ് പിടിക്കാൻ വേണ്ടി വന്നീനി, ഞാൻ ഒരു ഒറ്റ ഓട്ടോടി. അറബി പോലീസുകൾക്ക് ഓടാൻ കഴിയൂല, വെറുതെ പറയാണത്. ഓർക്ക് ഓടാൻ കഴിയാനിട്ടല്ല, പേടിച്ചോടുന്നവന്റെ പിന്നാലെ ഓടൽ ശരിയല്ലാതെ അറബികളുടെ വിശ്വാസ. അങ്ങനെ ഗൾഫിൽ പോയ ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്താ. ഇപ്പൊ പണ്ടൊരാൾ ഗൾഫ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആൾ ഗൾഫിൽ പോയിട്ടേ, അങ്ങനെ പോയിട്ട് നല്ല മരത്തമ്മ കയറുന്ന പണിയാ, ഈത്തപ്പന മരത്തമ്മ കയറണേ. അങ്ങനെ 5 വീട്ടിൽ നിന്ന് ജ്യേഷ്ഠം വീട്ടിൽ നിന്ന് കത്തെഴുതി, എനിക്കുമാണൊരു വിസ, എനിക്കുമാണൊരു വിസ. അതിങ്ങനെ എന്നും എഴുതും. അവസാനം ഒരു വിസ കൊടുത്ത് ഏട്ടനെയും കൊണ്ടുവന്നു. ഇപ്പൊ നോക്കുമ്പോ മരത്തമ്മ കയറുന്ന പണിയാ. ഇത് ഏട്ടന് അറിയില്ല, ഏതെങ്കിലും ആയിട്ടെ കേറാൻ പറഞ്ഞു. അറബി പറഞ്ഞ് കയറി കൊണ്ടാണ്ട് പറഞ്ഞു. അന്തരം ഇപ്പുറത്തെ മരത്തമ്മ കയറി, ഒരു ഈത്തപ്പന മരത്തമ്മ കയറുക. കയറി തുടങ്ങിയപ്പോൾ ഒരു കാലിങ്ങനെ വറക്കാൻ തുടങ്ങി. കാലിങ്ങനെ വറക്കേണ്ടപ്പോ അറബി ചോദിച്ചാൽ എന്താ കാലിങ്ങനെ വറക്കണ ചോദിച്ചു. അപ്പൊ അന്തരം പറഞ്ഞു, അത് ഈ മരത്തുമ്പോ ആ മരത്തുമ്പൊക്കെ ചാടാൻ വേണ്ടി നിൽക്കാണ്. അപ്പൊ അങ്ങനെ ചാടേണ്ട ബുദ്ധിമുട്ടുകൾ ഇറങ്ങിയാണെന്നല്ലേ, ഇറക്കിയാൽ ജോലി കയറ്റം കൊടുത്തു. അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ആട്ടെ, പേടിച്ചോടുന്നവന്റെ പിന്നാലെ ഓടൽ ശരിയല്ല എന്ന് മനസ്സിലാക്കി ഇതൊക്കെ പാട്ടാട്ടോ ഞാൻ പറഞ്ഞിങ്ങനെ പോവാ. മഹാനായ അബ്ബാസ് തങ്ങൾ പിന്നാലെ ഓടില്ല, നടന്നു. പക്ഷെ ആ വാതിലിന്റെ അവിടെ എത്തിയപ്പോ അബ്ബാസ് തങ്ങൾ അങ്ങോട്ട് ചാടി. വാതിലിന് ചാടണല്ലോ. ഈ ചാടലോട് കൂടി അബൂജാഹിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അബ്ബാസ് തങ്ങൾ ചാടി വരിക. അപ്പൊ അബൂജാഹിൽ മനസ്സിലാക്കി അബ്ബാസ് തങ്ങളുടെ പിന്നാലെ വരികയാണെന്ന് മനസ്സിലാക്കിയ അബൂജാഹിൽ പ്രഭാതമാകുന്നതിന് മുമ്പേ ജബൽ ഖുബൈസിന്റെ താഴ്വരയിലൂടെ അബൂജാഹിൽ പേടിച്ചിങ്ങനെ ഓടുക. പെട്ടെന്നുണ്ട് ആ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അബൂജാഹിൽ അമ്പരന്ന് നിൽക്കുമ്പോൾ പിത്തപ്പാറ തിരുഹസ്തം ശിരസിൽ വെത്ത് വീളിത്തൂരത്താ കിട്ടവേദി ഗുകളൊക്കെയിൽ മുക്കിയ മക്കളിൽ മിക്കവരെ തിങ്കലായങ്ങൾക്കിറങ്ങിയേ ബൽബല സംഗീതം കേളുവീരേ മുട്ടിയുമൈകളെ ഒട്ടകം പങ്കളും പട്ടും പറിത്തിടുവാൻ മുന്തി മുഹമ്മദും തട്ടുടയാർകളും വന്നിരിക്കും നാരീ ഒട്ടുമാതീരുങ്ങൾ കിട്ടിയ അനുഭവി കിട്ടിടലിത്തിയമാ ഓ മഹലാക്കളെ മഹലാക്കുവെ എന്മൊഴി സത്യമാ. ആ 3ാമത്തെ ദിവസം അബൂജാഹിൽ അബ്ബാസ് തങ്ങളെ പേടിച്ചുകൊണ്ട് അങ്ങനെ ഒരു പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ, ആ ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ ഇങ്ങനെ ഓടുമ്പോ അതോ പർവ്വതത്തിന്റെ മുകളിൽ അട്ടഹാസം അബൂജാഹിൽ അമ്പരന്ന് നിൽക്കുക. അബൂജാഹിൽ ആരാണ് ഈ രൂപത്തിൽ എന്റെ പേരെടുത്ത് വിളിക്കുന്നത്? അബൂജാഹിൽ ഇങ്ങനെ നോക്കുമ്പോ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നാ ഒരു അട്ടഹാസം. അബൂജാഹിൽ ഇങ്ങനെ ചെവിയോർത്തു, എന്താണ് അട്ടഹാസം എന്ന്. അപ്പൊ ആരാ സംഭവം എന്നറിയോ? ഈ റംളമാ. ഈ റംളം 2 കൈയും പിത്തം പതയിത്തിരു ഹസ്തം ശിരസിൽ ബത്ത് വിളിത്തുരത്താൽ 2 കൈയും തലയിൽ കെട്ടിയിട്ട് ഇങ്ങനെ വിളിക്ക, ഏ മക്കാരേ, മക്ക ഖുറൈശികളെ, ദിക്കുകൾ മക്കയിൽ മുക്കിയ മക്കമിൽ മിക്കവരെ തിങ്കളായുങ്ങൾക്കിറങ്ങിയ ബൻബാല സംഗീതം കേളുവീരേ കുട്ടികുമൈകളെ ഒട്ടകം പൊൻകളോ പട്ടും പറിത്തിടുവാൻ മുന്തി മുഹമ്മദും
കോതയാർകൾ വന്നിരിക്കുന്നറിവീ. ഇതാണ് അട്ടഹാസം. മക്കാരെ, നിങ്ങളുടെ സമ്പത്ത് മുഴുവനും മുഹമ്മദും പാർട്ടിയും കൊള്ള ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് ഒരു അംശം പോലും ഇനി നിങ്ങൾക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ബദറിലേക്ക് ഉളരൂ. അബൂജാല് കേട്ടപ്പോ അബൂജാല് ഭയങ്കര പേടിത്തൊണ്ടന കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് നാളെ പറയാം. അബൂജാലിന് ഭയങ്കര പേടിയാ, മൻസൂറിന്റെ മാതിരിയാ. അപ്പൊ അബൂജാല് ഇങ്ങനെ നോക്കുക, മരന്റെ മുകൾക്ക് അങ്ങോട്ട് പോകാൻ വയ്യ, ഭയങ്കര അട്ടഹാസ. എന്നാ തിരിച്ചിങ്ങോട്ട് പോകാൻ വയ്യ, കാരണം അബ്ബാസ് തങ്ങൾ വാളുമായിട്ടാണ് വരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഈ റംളം വിളിച്ചു പറയണത് ആ ഓരോ വീട്ടിലെ ആളുകളും കേട്ടിട്ടുണ്ട്. അവരൊക്കെ എന്താ ഈ അട്ടഹാസം, എവിടുന്ന ഈ അട്ടഹാസം? ആളുകളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരിക. ആളുകൾ ഇങ്ങനെ വന്നിട്ട് ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ ഭാഗത്തിലേക്ക് ഇങ്ങനെ വന്നപ്പോ അബൂജാല് നോക്കുക, അത് ശരി, അപ്പൊ ഞാൻ മാത്രല്ല അത് കേട്ടത്, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വന്നിട്ടുണ്ടല്ലോ, ഇവരൊക്കെ കേട്ടണല്ലേ. അപ്പൊ പിന്നെ അബൂജാലിന്റെ ധൈര്യമായി. അബൂജാല് പറഞ്ഞു, ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കട്ടെ എന്താമെന്ന് എന്ന് പറഞ്ഞ അബൂജാല് നേരെ മലന്റെ മുകളിൽ കയറിയുന്ന. അപ്പൊ മലന്റെ മുകളിൽ കയറിയപ്പോൾ വന്നപ്പോ ഇങ്ങനെ വിളിച്ചു പറയാ, തൊട്ടമേ ദിക്കുകൾ ഒക്കെയിൽ മുക്കിയ. അപ്പൊ നേരെ അബൂജാൽ, എന്താടാ, എന്താ ഈ ആർന്ന്, എന്താണ് പ്രശ്നം? അപ്പൊ അബൂജാലിനോട് പറയാ, നിങ്ങളെ സമ്പത്ത് മുഴുവൻ മുഹമ്മദും പാർട്ടി പിടിച്ചിരിക്കുന്നു. അപ്പൊ അബൂജാൽ ചോദിച്ചു, സത്യം പറയണം, പിടിച്ചണോ ഇല്ലേ? അപ്പൊ സത്യം പറയുകയാണെങ്കിൽ പിടിച്ചിട്ടില്ല, പക്ഷെ പിടിച്ചിട്ടില്ല. അപ്പൊ അബൂജാല് പറഞ്ഞു, ഇജാ പറഞ്ഞതിനാണോ ശരി, പിടിക്കും എന്നല്ല പിടിച്ചു തന്നെ പറയാ. ഇജി പറയണ്ട, ഞാൻ പറഞ്ഞോളാം, ഇജി പറയണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അബൂജാല് വിളിച്ചു പറയാ, മക്ക ഖുറൈശികളെ, നമ്മുടെ സമ്പത്ത് മുഴുവനും മുഹമ്മദും പാർട്ടിയും പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങി തയ്യാറായിക്കോ, നമ്മുടെ സമ്പത്ത് മുഹമ്മദും പാർട്ടിയും പിടിച്ചിരിക്കുന്നു. ആ അബൂജാല് വിളിച്ചു പറഞ്ഞപ്പോൾ മഹാകൂറ്റിനാൽ അബൂജഹലാദായിപ്പോൾ ഉരത്തതിനാ ദേശത്തുള്ള ഖുറൈശി മൂപ്പർ സകലവും ചെവിത്ത് ഹൈറാൻ തരിത്ത് നിപ്പാൻ യേശി മത സ്വതിരകമേ സ്വഭികളെടുത്തണൈത്ത് നിലവിളിയ പേശിപെത കിടവികളും അണയവ പിടിത്ത് തമ്മിൽ അലമുറയും അയംരം കൂറ്റ കിടുകിടണൈത്ത് തികാമിലല്ല തടവർച്ചിന ബൈത്തിൽ ചെന്ന് സിരികളിൽ സമാധാനവും ബിഡാകൾ കേട്ടും. പ്രിയമുള്ള സഹോദരന്മാരെ, അബൂജാല് വിളിച്ചു പറയാ, എന്താ അവിടെ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയണം. പ്രതീക്ഷയിൽ നമ്മളതൊക്കെ നിൽക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പാർട്ടിയും നമ്മുടെ സമ്പത്ത് അബൂ സുഫിയാന്റെ സമ്പത്ത് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് റംളം വിളിച്ചു പറഞ്ഞപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, ഇനി നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ വിളിച്ചു പറയാ, മക്ക ഖുറൈശികളെ, നമ്മുടെ സമ്പത്ത് മുഴുവനും മുഹമ്മദും പാർട്ടിയും പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിങ്ങോട്ട് കേട്ടതോടുകൂടി നമ്മുടെ സമ്പത്തൊക്കെ മുഹമ്മദും പാർട്ടിയും പിടിച്ചു എന്ന് കേട്ടതോടുകൂടി പെണ്ണുങ്ങളൊക്കെ കരയാൻ തുടങ്ങിയെന്ന. എല്ലാരും കരയാൻ തുടങ്ങി, കേട്ടോല് കരയാൻ തുടങ്ങി, അറിഞ്ഞോല് കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചില്. ദേശത്തുള്ളോർ ഖുറൈശി മൂപ്പർ സകലവും ചെവിത്ത് ഹൈറാൽ ഉരയിത്താണേത്ത്
അവസാനമാണ്. മുഹമ്മദിന്റെ അറുതി ഞങ്ങൾ വരുന്നു, മുഹമ്മദിനെ ഞങ്ങൾ കൊല്ലു, ഞങ്ങളൊക്കെ പോകാൻ പോവാ, ഞങ്ങളൊക്കെ പോവാ, ഞങ്ങൾ പോകും. നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കാൻ, നമ്മുടെ സമ്പത്തിന് ഒരു പോർല പേൽക്കാതെ നാട്ടിലേക്ക് തിരിച്ചെത്തോ. ഞങ്ങൾ മുഹമ്മദിനെ കൊന്നിട്ടാണെങ്കിൽ ശരി, ആ സമ്പത്ത് ഞങ്ങൾ കൊണ്ടുവരൂ. അല്ല പെട്ടുമാൽ പറിത്തിടുന്ന അഹമ്മദിന്റെ അറുതി ഞങ്ങൾ വരുന്നു. ഈ രൂപത്തിൽ കൊള്ള ചെയ്യുന്ന മുഹമ്മദിന്റെ അവസാനമാണിത്. അതുകൊണ്ട് പെണ്ണുങ്ങളെ, നിങ്ങളൊന്ന് ശബ്ദമുണ്ടാക്കാതിരിക്കൂ എന്ന് പറഞ്ഞ് അതാ മക്കയിലെ പ്രസിദ്ധന്മാരായ എണ്ണ കേശരികള്, വില്ലാളി വീരന്മാർ, പോക്കിരിമാർ സർവ്വ ആയുധങ്ങളും എടുത്തുകൊണ്ട് വാള്, കുന്തം, ചാട്ടുള്ളി, ബൊമ്മ, പോലെയുള്ള 18 ആയുധങ്ങളും എടുത്തുകൊണ്ട് 1250 പടയാളികള്, ചണ്ടകള്, മദ്ദളം, വീണ, സിത്താര, പോലെയുള്ള ശബ്ദോപനം എടുത്തുകൊണ്ട് 1250 പടയാളികൾ അമ്പോ അവരിങ്ങോട്ട് ഇറങ്ങി തയ്യാറായി വന്നപ്പോ ഭവനിൽ മുഖജത്തൽ കുതമില്ലേ പൊളിയോ അവനിക്കൈ പകരം ശുചയാൻ ആശയവൻ തന്നെയായ തീട്ടാൻ ചുരപ്പേട്ടും പിൻപിൻ വകതാബുൽ പുത്തനകിലും മുനബകും ഹക്കിമും സുഖയിലും പിന്നിവരെല്ലാം പുറപ്പെട്ടിടുവാനായി മറുലാല പുലവ ഭവനിൽ മുഖജത്തൽ കുതമില്ലേ പൊളിയോ നവനിക്കൽ പകരം ശുചയാൻ ആശയവൻ തന്നെയായ തീട്ടാൻ ചുരപ്പേട്ടൊരുങ്ങിയ കുഫർ ശുചായികൾ അനതിൽ അശനങ്ങൾ ചിലവെല്ലാം സുഖം പോലശിപ്പന കൈകൊണ്ടവരിരു സിദ്ധമാപിര തലവന്മാർ. 1250 പടയാളികള് സർവ്വ ആയുധങ്ങളും എടുത്തുകൊണ്ട് അതാ വാള്, കുന്തം, ചാട്ടുള്ളി, ബൊമ്മ, പൈമണി, ശൂലം, വജ്രം, ഉരുമി, കത്തി, കല്ല്, തോട്ടി, വല പോലെയുള്ള 18 ആയുധങ്ങളും എടുത്ത് ചണ്ടകള്, മദ്ദളം, വീണ, സിത്താര, കൈമണി, പൊന്നാരം, വാജി, വിഷല് പോലെയുള്ള ശബ്ദം മുഴക്കിക്കൊണ്ട് അണി ഒറ്റ വിട്ട് ചൂള്ള വിട്ട് മദ്ദളം വീശലോ അണി ചല ചല പാടി തൊണ്ടിക്കൊണ്ട് കുറേശിപ്പട, പാടി തൊണ്ടിക്കൊണ്ട് കുറേശിപ്പട, പാടി തൊണ്ടിക്കൊണ്ട് കുറേശിപ്പട, കുറേശിപ്പട പൊരുതാന് കുറേശികൾ വരവാന്, പത്രപ്പട പൊരുതാന് കുറേശികൾ വരവാന്, ആർത്ത് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇല്ലതിനെ തൊട്ട് കളിച്ച അക്കളി തിക്കളി സൂക്ഷിച്ചോ, ഞങ്ങൾ ഇല്ലതിനെ തൊട്ട് കളിച്ച അക്കളി തിക്കളി സൂക്ഷിച്ചോ. ചല്ലോ 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 ചല്ലോ. അവരിങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരൊരുങ്ങി തയ്യാറാകുമ്പോ അവരുടെ ക്യാപ്റ്റനായ അബൂജാഹിൽ അവൻ ഒരുങ്ങി തയ്യാറാകുന്നു. എങ്ങനെ അബൂജാഹിലുടൻ കിബ്ർ പൊക്കിയളും ലിബാസ് ചമേന്തി പുതുമാഹസബി തികൾ വൈത്ത ഹരീറുമുടുക്കിടവേ മിക മികവായ പട്ടുകളാൽ ഉള്ളം മേൽമ ചട്ടകളും ആരൈ നാട് ചട്ടികളും പലപണി പൊതുവായി എടുത്തൊരു ഹംസംബിരൽ പതിത്തിടലായി അറിയും സുവനും പല ജൗഹരും വെട്ടിപ്പണിത്തൊരു താജത് ചൂടി മനതിൽ തിരയേറുവത്തിരയും ചിതമായി പുറയവനാകവച്ചിരമാം ഒരു വാൾ കഴിക്കകമേ പാടുമേടപ്പെട്ടയുമേ പതിനകം മഹമേലുകളും ത്തിലെഴുത്ത് മതിത്തിടവേ. 1200 പടയാളികള് സർവ്വ ആയുധങ്ങളും എടുത്തുകൊണ്ട് ഇറങ്ങി തയ്യാറാകുമ്പോ നമ്മൾ അബൂജാഹിലി ഇറങ്ങി തയ്യാറാണ് രംഗണാ പറയണത്. അബൂജാഹിലിന് ഷാമിലെ രാജാവ് ശ്രദ്ധിക്ക് അബൂജാഹിലിന് ഷാമിലെ രാജാവ് ഒരു പട്ടിന്റെ വസ്ത്രം കൊടുത്തിരുന്ന ഒരു പട്ടിന്റെ വസ്ത്രം. ആ പട്ടിന്റെ വസ്ത്രം എന്നും രാജാവ് എടുത്ത് ഇങ്ങനെ നോക്കും, അബൂജാഹിൽ എടുത്ത് ഇങ്ങനെ നോക്കും. നല്ല വസ്ത്രം, നാളാക്കാം
അത് ധരിക്കൂല. ഷാമിലെ രാജാവ് കൊടുത്ത പട്ടിന്റെ വസ്ത്ര അത് നാളാക്ക എവിടോ അത് നാളാക്ക എന്ന് വിചാരിച്ച് അവിടെ വെക്കും. പിറ്റേന്നും കുളി കഴിഞ്ഞാൽ മൂപ്പരെടുത്ത് ഇങ്ങനെ നോക്കും, നാളാക്ക. വീണ്ടും എടുക്കും, എന്തോ രസം, നാളാക്ക. അങ്ങനെ തങ്കേരിച്ച് കൊണ്ടുവന്ന് പറയാറുണ്ട്. പുറപ്പെട്ട അബൂ ജാഹിലുടൻ കിബർ പൊങ്കി എഴുത്ത് ലിബാസിന്റെ ബൈത്ത് പുതുമ ഹസ വിട്ടുകൽ ബൈത്ത് ഹരീർ മുടുത്തിടവേ മികവായ പട്ടുകളാൽ നല്ല പട്ടിന്റെ വസ്ത്രങ്ങൾ കണിഞ്ഞ് ഉള്ള മേൽമ ചട്ടകള് നല്ല ഡ്രസ് കണിഞ്ഞുകൊണ്ട് ധരിച്ച് നല്ല ചട്ട അരയിനാട് ചൊട്ടികളോ അരയിലോ നല്ല ഒരു ക്രോസ് ബെൽറ്റ് അവൻ വെച്ചു. ഒരു ക്രോസ് ബെൽറ്റ്, ആ ബെൽറ്റിൽ ഓരോ തുളയിലും വാള് കുന്തം ചട്ടുള്ളി പോലെയുള്ള 18 ആയുധങ്ങൾ വെച്ചു. അരയിൽ ഒരു കിണ്ണി കുലുങ്ങണ കൊടമണികളൊക്കെ വെച്ചിട്ട് അരയിലും കെട്ടി അവന്റെ കാലിലും ഫിറ്റ് ചെയ്തു. അവന്റെ കുതിരയാണെങ്കിലോ വളവള മിന്നുന്ന പട്ടിന്റെ വസ്ത്രങ്ങൾ വെച്ച് ആ കുതിരയെ അലങ്കരിച്ചു. ആ കുതിരയുടെ മുകളില് അതാ ഒരുപാട് ജൗഹർ മാണിക്യം പോലെയുള്ള നല്ല മുത്തുകളെ കൊണ്ട് അലങ്കരിച്ചൊരു സിംഹാസനം ആ കുതിരയുടെ മുകളിൽ വെച്ച് കെട്ടി. ആ കുതിരയുടെ കാലില് കൊടമണികളും കിങ്ങിണികളും ചെലവുകളൊക്കെ വെച്ച് കെട്ടി. ആ പൂജാരി വലിയൊരു കിരീടം തലയിൽ വെച്ചു. എന്നിട്ടോ നല്ല കയ്യിൽ നല്ല ഒരു വാള്, ഹേമപ്പിടി വാൾ, ഒരു നാഗവച്ചിരമാ, നല്ല സർപ്പത്തിന്റെ കൊമ്പ് പോലെയുള്ള സർപ്പത്തിന്റെ വിഷത്തിൽ ഊട്ടപ്പെട്ട നല്ല 1-ാം നമ്പർ വാള് കയ്യിൽ പിടിച്ച് ബാക്കിയുള്ള ആയുധങ്ങളൊക്കെ അവന്റെ ബെൽറ്റിലിട്ട് നല്ല മനതിൽ മനസ്സിൽ എത്രത്തോളം കിബിറ് കുത്തിക്കയറ്റാൻ പറ്റോ അത്രത്തോളം കിബിറ് കുത്തിക്കയറ്റിക്കൊണ്ട് അവൻ ആ കുതിരപ്പുറത്തേക്ക് ചാടി കയറിയപ്പോ 1250 പടയാളികള് അവര് മുരങ്ങി തയ്യാറായി. അവർ അവരിങ്ങനെ 1250 പടയാളികള് അവർ പുറപ്പെടുമ്പോ അബൂ ജഹൽ പറഞ്ഞു, അടിക്കടാ ചണ്ടകളെ മണ്ഡലം വീണ സിത്താരെ ഒന്നര മുഴക്കി പോകാവട്ടെ. ഇതൊക്കെ കേട്ടതോടുകൂടി ആ 1250 പടയാളികള് ചണ്ടകളെ മണ്ഡലം വീണ സിത്താരെ ഒന്നര മുഴക്കിയപ്പോ ആദ്യം വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരിങ്ങനെ മുദ്രാവാക്യം വിളിച്ചു പോവാ.